എല്ലാവർക്കും നമസ്കാരം. മസ്റ്റ് വാച്ച് മലയാളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ എൻ നന്ദകുമാർ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഇപ്പോൾ നമ്മുടെ നാട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ത്യ മഹാരാജ്യം തന്നെ എടുക്കാം. വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് അല്ലേ? പലതരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്, പലതരത്തിലുള്ള ഭാഷകളുണ്ട്, തരത്തിലുള്ള ആശയങ്ങളുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിന് എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് സാർ വിചാരിക്കുന്നത്? അതിൽ പ്രധാനമായിട്ട് ഇന്ത്യ ഒരു നിരവധി സംസ്കാരങ്ങളുള്ള നാടല്ല. ഈ സംസ്കാരത്തെ സംബന്ധിക്കുന്നൊരു സങ്കല്പമുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാരടക്കമുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നത് മതത്തെയാണ് സംസ്കാരം എന്ന് പറയാം. മതം സംസ്കാരമേ അല്ല. മതം എന്ന് പറഞ്ഞാൽ കേവല അഭിപ്രായമാണ്. ഇസ്ലാം മതം ഇസ്ലാം അഭിപ്രായമാണ്. ക്രിസ്തു മതം ക്രിസ്തു അഭിപ്രായമാണ്. ഹിന്ദു മതം ഹിന്ദു അഭിപ്രായമാണ്. അത് സംസ്കാരമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ തനിമയാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. ആ നിലയ്ക്ക് ഭാരതത്തിൽ ഒറ്റ സംസ്കാരമേ ഉള്ളൂ, അത് ഭാരതീയ സംസ്കാരമാണ്. അതിനകത്ത് മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ വൈവിധ്യമാണ് പലപ്പോഴും എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ചു ചേർക്കുന്നത്. നിങ്ങൾ ലോകത്തിൽ ഏകദേശം 190ഓളം മറ്റു രാജ്യങ്ങളുണ്ട്. ഈ ഒരൊറ്റ രാജ്യത്തിനും ഇതേപോലെ മതമില്ല. ഇപ്പം ഞാൻ തന്നെ മിക്കവാറും വിദേശ രാജ്യങ്ങൾ പല സ്ഥലത്തും സന്ദർശിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഒരു സ്ഥലത്തും മതത്തിന് എല്ലാ മതങ്ങൾക്കും ഒന്നിച്ച് ഒരേ സ്ഥലത്ത് കൂടിച്ചേരാനുള്ളൊരു അവസരം ഒരു സ്ഥലത്തും ഇല്ല. ഞാൻ ഫ്രാൻസിൽ പോയിട്ടുണ്ട്, ബ്രിട്ടനിൽ പോയിട്ടുണ്ട്, പീക്കിങ്ങിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക മതം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ചെറിയ ഉദാഹരണം പറഞ്ഞാല്, സോവിയറ്റ് റഷ്യ ഉക്രൈൻ അടി യുദ്ധം ഉണ്ടായി. ആ സമയത്ത് റഷ്യയുടെ കണ്ടീഷൻസിലൊന്ന് റഷ്യൻ ഓർത്തഡോക്സ് സഭയെ ഉക്രൈനിൽ മതപ്രവർത്തനത്തിന് അനുവദിക്കണമെന്നായിരുന്നു ഡിമാൻഡ്സിലൊന്ന്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അത്. അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മതമാണ് പല സ്ഥലത്തും പ്രധാനപ്പെട്ട കക്ഷി. ഈ മതത്തെ സംസ്കാരമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമാണ്. പക്ഷെ ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഭാരതീയരാണ്. അതിനെയാണ് സംസ്കാരം എന്ന് പറയുക. ഈ സംസ്കാരത്തിന് വൈവിധ്യമില്ല, മറിച്ച് ചിന്താധാരകളുടെ വൈവിധ്യമുണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്തമായുള്ള ചിന്താധാരകളിലുള്ള ആളുകൾ ഒന്നിച്ചു ചേരുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ആ ഒരു സവിശേഷത ഭാരതത്തെ സംബന്ധിച്ചുണ്ട്, ആ ഒരു സവിശേഷത കേരളത്തെ സംബന്ധിച്ചുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിലെ പലരെ സംബന്ധിച്ചും ഈ പറയുന്ന സംസ്കാരത്തെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള വിവക്ഷ ഇവർ മനസ്സിലാക്കിയിട്ടില്ല. ഉദാഹരണത്തിന് കോൺഗ്രസിന്റെ വലിയൊരു നേതാവായിരുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, ഫിലോസഫിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അത് കോൺഗ്രസ്സുകാർക്ക് പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആരും അത് വായിച്ചിട്ടില്ല. മഹാത്മാഗാന്ധിയുടെ ഭഗവത്ഗീതയെ കുറിച്ചുള്ള അനാസക്തി യോഗത്തെ സംബന്ധിക്കുന്ന പരാമർശമുണ്ട്. ഇവരാകെ വായിച്ചിരിക്കുന്ന അച്ചമ്മകൾക്ക് അയച്ച കത്തുകളാണ് വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സർവേപ്പള്ളി രാധാകൃഷ്ണനെ കുറിച്ചിട്ടോ ആ തരത്തിൽ എണ്ണപ്പെട്ട ചിന്തകന്മാരായിരിക്കുന്ന ആളുകൾ, BR അംബേദ്കർ പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്, ഇന്ത്യ ഭാരതന്റെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ യഥാർത്ഥമായ പരാമർശങ്ങളുണ്ട്. ഈ സംഗതികൾ ഒന്നും നമ്മൾ വായിക്കാതെ കണ്ട് നമ്മൾ പലപ്പോഴും തീരുമാനിക്കുന്നത് ഇതാണ് സംസ്കാരം എന്ന് പറയും. അതല്ല സംസ്കാരം. സംസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. അത് മനുഷ്യന്റെ അന്തർലീനമായിരിക്കുന്ന അവന്റെ രക്തത്തിൽ അലിഞ്ഞേർന്നിരിക്കുന്ന സംഗതിയാണ്. അത് അലിഞ്ഞേരുന്നവന്റെ പ്രദേശത്ത് ജീവിക്കുന്ന സമയത്താണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാവവ്യത്യാസങ്ങൾ അതിനകത്തില്ല, ജാതി മതഭേദങ്ങൾ അതിനെ സംബന്ധിച്ചില്ല. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് വരേണ്ടത് ഒരു സംസ്കാരമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംസ്കാരത്തിനകത്ത് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് ഇതിനെ സംബന്ധിക്കുന്ന എന്റെ സങ്കല്പം. അങ്ങനെ പലപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു ബാക്കപ്പ്, അങ്ങനെ ഒരു കാര്യം അതിന് അനിവാര്യമാണോ സാർ? സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണത്? അതിനകത്ത് സത്യത്തിൽ മതത്തിന്റെ ബാക്കപ്പ് പാടില്ലാത്തതാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ കുറിക്കുന്ന കൃത്യമായിട്ടുള്ള സങ്കല്പർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളത്തിൽ നമ്മൾ പഠിക്കുന്ന രാജനൈതികം എന്നാണ് അതിന് വേറെ വാക്ക് വരിക. ഈ രാജനൈതികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണ സംബന്ധമായുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയത്തിൽ വരിക. അതിന് നമുക്ക് വേണമെങ്കിൽ സംസ്കൃതത്തിൽ അർത്ഥം എടുത്താൽ രാഷ്ട്രത്തെ സംബന്ധിച്ചെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതാണ് രാഷ്ട്രീയമാവുക. ഈ രാഷ്ട്രീയം എന്നുള്ള പദപ്രയോഗത്തിലും രാജനൈതികത്തിന് രണ്ടർത്ഥമാണുള്ളത്. ഇവിടെ നമ്മൾ ധരിക്കുന്ന എല്ലാം പൊളിറ്റിക്സ് ആണ്. ഇംഗ്ലീഷിൽ പൊളിറ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുക. പക്ഷേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് അല്ല. രാജനൈതികത്തിന്റെ ഇംഗ്ലീഷ് പദമാണ് പൊളിറ്റിക്സ്. ഈ വ്യത്യാസം തിരിച്ചറിയുന്നില്ല. രാഷ്ട്രീയത്തിന്റെ അർത്ഥം നേഷൻ എന്നാണ് അർത്ഥം, നാഷണൽ എന്നാണ് അർത്ഥം.
അതെ, ഞാനത് ഏത് രാഷ്ട്രം. ചിന്തകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞ പദപ്രയോഗത്തിന്റെ ആംഗലേയ വാക്ക് വരുന്നത് നാഷണൽ എന്നാണ്, രാജനൈതികത്തിന് പൊളിറ്റിക്സ് എന്നാണ്. അപ്പൊ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ കയറിയിട്ട് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഇല്ലാതെ വരുന്ന സമയത്താണ് പലപ്പോഴും കൂടുതൽ ഇത്തരം ദൂഷ്യങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെയാണ് നിർഭാഗ്യവശാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരമാണെന്ന് പറയുകയും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയമാണെന്ന് പറഞ്ഞുകൊണ്ട് വൈദേശികമായിരിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് അടക്കം ഇവിടെ എല്ലാം കയറി വന്നിട്ടുണ്ട്. ഈ കയറി വന്നിട്ട് അവർ ചില നറേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നറേഷൻസ് ആണ് പലപ്പോഴും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ഏറ്റവും പിന്നോക്കം കൊണ്ടുപോയിട്ടുള്ളത്. ഈ തരത്തിൽപ്പെട്ട തെറ്റായിട്ടുള്ള ചില നറേഷൻസിന്റെ ഭാഗമായിട്ടാണ്. നറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള പദപ്രയോഗം ആഖ്യാനം എന്നാണ് പറയുക, സാഹിത്യ പദപ്രയോഗത്തിൽ ആഖ്യാനം എന്നാണ് പറയുക. ഈ ആഖ്യാനങ്ങളുണ്ട്. ഈ ആഖ്യാനങ്ങളാണ് പറയുക. സാധാരണ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ വളരെ മികച്ച ആളുകളാണ്, ഞങ്ങൾ വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്താണ്, കാർഷിക രംഗത്ത് ഞങ്ങൾ 1ാം സ്ഥാനത്താണ്, വ്യവസായ രംഗത്ത് ഞങ്ങൾ 1ാം സ്ഥാനത്താണ്. ഇത് മനസ്സിലാവുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഞാനൊരിക്കൽ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത്, കേരളത്തിന്റെ സ്ഥാനം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ 23ാമത്തെ സ്ഥാനമാണ്. 1ാം സ്ഥാനമൊന്നുമല്ല, 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം 10 കൊല്ലം 20 കൊല്ലം 23ആണ്. ശ്രീമാൻ MAVV സമ്മതിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന് മുമ്പ് 23ാം സ്ഥാനമായിരുന്നു, ഇപ്പൊ 21ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 23ആയി. അപ്പൊ അങ്ങനെ സംസ്കാരവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണെന്നുള്ള തിരിച്ചറിവ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അനിവാര്യമാണ്. അവർ നാടിന്റെ ഗുണകരമായിരിക്കുന്ന പ്രവർത്തനത്തിൽ താല്പര്യമില്ലാന്ന് ഞാൻ പറയില്ല കേട്ടോ. അവർക്ക് നിരവധി കാര്യങ്ങൾ താല്പര്യമുണ്ട്. ആ താല്പര്യമുള്ള ആളുകൾ ഇതിനെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള പഠനം അവർ നടത്തിയിട്ടില്ല. ഈ പഠനം നടത്തേണ്ട ചിന്തകന്മാരായിരിക്കുന്ന ആളുകൾ ആ വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു പ്രശ്നമുള്ളത്. ഇപ്പോ ഞാൻ ഇനിയിപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നില്ല, ഞാൻ പൊളിറ്റിക്സ് എന്ന് തന്നെ പറയാം. അതായിരിക്കും ഒരു പക്ഷേ ഒരു കറക്റ്റ് ഒരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്സ് എടുക്കാം. ഈ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലെ ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്സ് നമ്മൾ കാണുന്നുണ്ട്, അതായത് കോളേജ് കാലഘട്ടത്തിലുള്ള പൊളിറ്റിക്സ് കാണുന്നുണ്ട്. ഈ ഒരു സമയത്തെ എടുക്കേണ്ട ഒരു തീരുമാനമാണോ പൊളിറ്റിക്സ് എന്നുള്ളത്? അതായത് ഒരു വ്യക്തി, ഞാൻ ആലോചിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയോ നമ്മളെ മുന്നിൽ നടക്കുന്ന കുറെ ആൾക്കാരെ ഫോളോ ചെയ്തു പോകുന്നത് മാത്രമായി പോകുന്നുണ്ടോ പൊളിറ്റിക്സ്? എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം തലച്ചോറ് വെച്ചിട്ട് നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം നല്ലല്ലേ നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ പൊളിറ്റിക്സും? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം അനിവാര്യമാണ്. ചെറിയ പ്രായത്തിൽ രാഷ്ട്രീയത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അങ്ങനെ മനസ്സിലാക്കാണ്ട് വരുന്ന സമയത്താണ്, നമ്മൾ മുതിരുന്ന സമയത്ത് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പലരുമാണ് മക്കൾ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോവുക. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടുള്ള കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട കേരളത്തിൽ തന്നെ മുഖ്യ പ്രതിപക്ഷ പ്രസ്ഥാനത്തിന്റെ എല്ലാ പാർട്ടികളുടെ സംവിധാനം അത് തന്നെയാണത്. അവരൊക്കെ അച്ഛൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നവരാണ്. ഇപ്പൊ കോൺഗ്രസ് ആയാലും കൊള്ളാം, കേരള കോൺഗ്രസ് ആണെങ്കിലും കൊള്ളാം, മുസ്ലിം ലീഗ് ആണെങ്കിലും കൊള്ളാം, ഈ പറയുന്ന സകല പ്രസ്ഥാനത്തിന്റെയും RSP വരെ ഈ പ്രസ്ഥാനത്തിന്റെയൊക്കെ അച്ഛൻ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയായിട്ടുള്ള മക്കൾ രാഷ്ട്രീയമാണുള്ളത്. എന്ന് വെച്ചാൽ ഒരു താവഴിയായിട്ട് രാഷ്ട്രീയം കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമാണ് ചില രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുള്ളത്. അതൊരിക്കലും ഗുണകരമല്ല. രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ അവർ ചിന്തിക്കണ്ടേ, അവർ പഠിക്കണ്ടേ, അവർ മനസ്സിലാക്കണ്ടേ? ഇപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ പലപ്പോഴും മഹാത്മാഗാന്ധി എന്ന് പറയാറുണ്ട്. ഞാൻ മഹാത്മാഗാന്ധി കുറച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന യുവജനങ്ങളുടെ പങ്കാളിത്തക്കാലത്തിൽ വളരെ വലുതാണ്, വലിയ പങ്കാളിത്തമാണ്. മഹാത്മജി വിഭാവനം ചെയ്തിട്ടുള്ള പല ആശയങ്ങളും പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്ന കാര്യത്തിൽ നമ്മുടെ യുവാക്കൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം പ്രായം നോക്കിയാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയാലും കൊള്ളാം, ഭഗത് സിംഗ് ആയാലും കൊള്ളാം, അല്ലെങ്കിൽ ബാലഗംഗാധര തിലകനായാലും കൊള്ളാം, മഹാത്മജി വരെയുള്ള മുഴുവൻ ആളുകളും ചെറിയ പ്രായത്തിലാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. വലിയ പ്രായത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവരില്ല. അവരൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത്, അവരൊക്കെ കോളേജിലായിരുന്ന സമയത്ത്, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് UK അവർ പോയ സമയത്ത് ആ സമയത്താണ് അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാണ്ട് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞത് മറ്റേ വയസ്സായിട്ടുള്ള കാലത്ത്, പ്രായമായിട്ടുള്ള കാലത്ത് കുഴിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒരു സമീപനമല്ല രാഷ്ട്രീയം. രാഷ്ട്രീയത്തിന്റെ തുടക്കം കുറിക്കേണ്ടത് ജീവിതയാത്രയുടെ തുടക്കത്തിൽ തന്നെയാവണം. അപ്പോഴാണ് അവർക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക, അവർ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുക. അങ്ങനെ പഠിച്ച വിഷയങ്ങൾ അധികരിച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു തൻ്റെ ഇടവും ത്രാണിയും ചിന്താശക്തിയും അവർക്കുണ്ടാകുന്നത് ചെറുപ്രായത്തിലാണ്. ആ പ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയം എന്ന് ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നതിനോട് ഒരു തെറ്റ് എനിക്ക് തോന്നുന്നില്ല. അതിന് പ്രായപരിധി നിശ്ചയിക്കണം. ഇപ്പൊ വൃദ്ധന്മാരായിരിക്കുന്ന ആളുകൾ ഏത് പ്രായം വരേക്കാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് പ്രായം നിശ്ചയിക്കണം. 75-80 വയസ്സായിട്ടുള്ള ആളുകൾ, ആരോഗ്യ പ്രശ്നം ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾ ഇനി പാർട്ടി പണി പറ്റില്ല, ഞാൻ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിയാകാം. പഴയ കാലത്ത് കേരളത്തിൽ സംഭവം ഉണ്ടായിരുന്നു. AL ജേക്കബ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ എറണാകുളത്ത് മന്ത്രിയൊക്കെയായിരുന്ന ആളാ. TN പാർട്ടിയുടെ KPCC പ്രസിഡന്റായി കുറെ കാലം.
അപ്പൊ KPCC പ്രസിഡന്റ് ആയ സമയത്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. ഉടനെ തീരുമാനിച്ചു ഇനി ഈ പുള്ളിയെ രാഷ്ട്രീയത്തിൽ പറ്റില്ല എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് പുള്ളി മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പുള്ളി കൃഷി വകുപ്പിന്റെ മറ്റു മന്ത്രിയായിരുന്നു. എന്റെ ഓർമ്മ ഉള്ളത് അദ്ദേഹം 78, 79 അല്ല ആ സമയത്തൊക്കെയാണ് അദ്ദേഹം മന്ത്രിയാവുകയാണ്. എന്ന് വെച്ചാൽ വൃദ്ധന്മാരിരിക്കേണ്ട കസേരയാണ് മന്ത്രിസ്ഥാനം എന്നുള്ളതും രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. സത്യത്തിൽ അതല്ല. ഒരു രാഷ്ട്രീയം ചലനാത്മകമാകണമെങ്കിൽ, പൊതുരംഗം ചലനാത്മകമാകണമെങ്കിൽ, അഴിമതി മുക്തമാകണമെങ്കിൽ തീർച്ചയായിട്ടും യുവാക്കന്മാരാണ് രംഗത്ത് വരേണ്ടത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ എല്ലാ സ്ഥലത്തും അങ്ങനെ നടക്കുന്നത്. അതെ സർ, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ മതങ്ങളെ പറ്റി സംസാരിച്ചു. നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് വളരെ നാനാവിധമായിട്ടുള്ള മതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അപ്പോ ശരിക്കും ഒരു മനുഷ്യന് ജീവിച്ച് മരിക്കാൻ മതത്തിന്റെ ആവശ്യമുണ്ടോ നമ്മുടെ നാട്ടിൽ? സാറിന്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? എന്റെ നിരീക്ഷണത്തിൽ മതത്തിന്റെ ആവശ്യമില്ല. മതത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അതിനകത്തൊരു മതത്തിന്റെ ഇപ്പൊ നമ്മളിപ്പോ മതം കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മതം എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയാണ്. മതം രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മതത്തിന്റെ ആളാണ്. അത് താവഴിയായിട്ട് വരുന്നതാണ് മുസ്ലിം ലീഗിന്റെ. അതിൽ മാത്രമല്ല, വേറെ പല പ്രസ്ഥാനങ്ങളും എങ്ങനെയുണ്ട് മതം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ജാതി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവരാണത് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു നാടിനെ പിന്നാക്കം കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നല്ലൊരു ഉദാഹരണം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കേരളവും അന്യ സംസ്ഥാനങ്ങളായിട്ട് എടുത്തു നോക്കുക. ഒരു സമയത്ത് 1960കളിൽ കേരളത്തിന്റെ പൊസിഷൻ സമസ്ത മേഖലകളിലും കേരളം 1ാം സ്ഥാനത്താണ്. കേരളത്തെ പിന്നോക്കം കൊണ്ടുപോയതിൽ 1957 വിമോചന സമരം വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. ആ വിമോചന സമരത്തോട് കൂടിയിട്ടാണ് കേരളത്തില് ഇത്രയും ശക്തമായിട്ടുള്ള മതസ്വാധീനം ഉണ്ടായത്, ജാതി സ്വാധീനം ഉണ്ടായത്. ആദ്യം മതത്തിന്റെ സ്വാധീനം ഉണ്ടായി, പിന്നെ ജാതിയുടെ സ്വാധീനം ഉണ്ടായി. ഈ രണ്ട് സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചത് വിമോചന സമരമാണ്. അപ്പൊ അതുകൊണ്ട് വിമോചന സമരത്തിന്റെ ആ തരത്തിലൊരു സ്വഭാവം ഒരു സംസ്ഥാനത്തിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ സവിശേഷത. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഉത്തർപ്രദേശിൽ എടുത്തു നോക്കൂ. ഉത്തർപ്രദേശിൽ ഒരു സമയത്ത് ജാതി ഉണ്ടായിരുന്നു. ഇവിടെ ജാതി അല്ല അവിടെ ഭരിക്കുന്നത്. അവിടെ ജാതിയെക്കാളും കൂടുതലായിട്ട് ഭരിക്കാനായിട്ട് അവിടുത്തെ ഭരണാധികാരികൾക്കറിയാം. ബീഹാറിൽ പോലും ജാതി പിന്നാക്കം പോയി, മധ്യപ്രദേശിൽ ജാതി പിന്നാക്കം പോയി, ഉത്തർപ്രദേശ് രാജസ്ഥാനിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെ തന്നെ ജാതി പിന്നാക്കം പോയി. മറിച്ച് കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. കേരളത്തിൽ നിർഭാഗ്യവശാല് ഓരോ വർഷം ചെല്ലും തോറും ജാതി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെയും മതപ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെയും സ്വാധീനം കൂടുതലും അവര് കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് ആ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഇന്നൊരു മതനേതാവിന്റെ പ്രസ്താവനയുണ്ട്: സ്ത്രീകള് പൊതുവേദികളില് പുരുഷന്മാരോടൊപ്പം കൂത്താടാൻ പാടില്ല എന്നാണ് ഉപയോഗിച്ച വാക്ക്. അതായത് വിജയ ആഹ്ലാദ പ്രകടനത്തിനകത്ത് പുരുഷന്മാരുടെ കൂടെ പോകരുത്. ഞാൻ ആ നേതാവിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു മതനേതാവിന്റെ പ്രസ്താവനയാണെന്ന് നിങ്ങളൊരു ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഈ തരത്തിൽപ്പെട്ട നീചന്മാരായിരിക്കുന്ന ആളുകളാണ് കേരളത്തില് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നീചപ്രവൃത്തിയാണ്. ലോകത്തിൽ ഒരു സ്ഥലത്ത് ഇത് അംഗീകരിക്കുന്നതല്ല. ഇത് കേരളത്തിൽ മാത്രം സാധിക്കുന്നതാണ്. അതിന് കാരണം കേരളത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള തെറ്റായിട്ടുള്ള ചില നറേഷൻസ് കേരളത്തിലുണ്ട്. ഞങ്ങളാണ് എല്ലാ കാര്യത്തിലും 1ാം സ്ഥാനം. ഈ 1ാം സ്ഥാനത്താണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തുവേണം ചെയ്യാമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ആണ് ഈ പറയുന്ന നറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാക്കുന്നത്. അതിൽ കൂടിയാണ് മതജാതി വിഭാഗങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ലഭിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, ഇതിനൊരു മറ്റൊരു വശമല്ലേ സാർ? എൻ്റെ ഒരു സംശയം ചോദിക്കുവാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ കേരളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജനിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഏത് മതത്തിലും വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും, അത് മാത്രമല്ല തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം പോലും കഴിക്കാൻ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ നമ്മളിപ്പോ ബീഹാറിലോ ഉത്തർപ്രദേശിലോ അതുപോലെ നാട്ടിൽ പോകുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം എവിടെയെങ്കിലും ഹനിക്കപ്പെടുന്നുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ പറയുന്ന അത്യാവശ്യം എല്ലാ സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തർപ്രദേശിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. പക്ഷെ നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ തീരുമാനിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. എനിക്ക് ഏത് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. മറിച്ച് കേരളത്തിലുണ്ടോ? കേരളത്തിലില്ല. കേരളത്തിലാണ് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയിലെ വനിതകളോട് നിങ്ങൾ പുരുഷന്മാരോടൊന്നിച്ച് നൃത്തം ചെയ്യരുതെന്ന് പറഞ്ഞത് കേരളത്തിലെ മതവിഭാഗമാണ്. ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇന്നത്തെ പ്രസ്താവനയാണ്. അതിന് മാത്രമല്ലോ, സ്ത്രീകളുടെ വേഷവിധാനത്തിൽ എങ്ങനെയാ? കേരളത്തിൽ പട്ടണത്തിലെ ഭൂതങ്ങളെ പോലെ ചില ആളുകൾ ഇങ്ങനെ വച്ചു മൂടിക്കൊണ്ട് നടക്കുന്നില്ലേ? എന്ത് പ്രാകൃതമായിട്ടുള്ള ഏർപ്പാടാണിത്? ഇത് കേരളത്തിലെ സ്ത്രീകൾക്കുള്ള ഏർപ്പാടല്ലേ? കേരളത്തിലില്ലാതെ മറ്റു സംസ്ഥാനങ്ങളിൽ എത്രയുണ്ടോ? കർണാടകത്തിൽ എത്രയുണ്ടോ? അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ എത്രയുണ്ടോ? ഈവൻ ടു ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജാതി ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ പോലും ഇത് കുറവാണ്. പക്ഷെ ഇവിടെ കേരളത്തിലുണ്ട്. കേരളത്തിലെ ആളുകൾ മുഴുവൻ ശരീരം മറയ്ക്കുന്നു, മുഖം പോലും കാണാൻ വേണ്ടി സാധ്യമല്ല. കണ്ണ് മാത്രം പുറത്തേക്ക് നിൽക്കുന്ന ആളുകൾ. ഇത് സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇത് കള്ളനാണോ കൊള്ളക്കാരാണോ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. വേഷവിധാനങ്ങൾ സ്വാധീനം. സ്റ്റേജിൽ ആര് കാരണം തീരുമാനിക്കുന്ന ആരാ?
മേധാവി നിശ്ചയിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് സ്ത്രീകൾ സ്റ്റേജിനകത്ത് കയറാൻ പാടില്ല എന്നവർ തീരുമാനിക്കുകയാണ്. ഇലക്ഷന് മത്സരിക്കാൻ പാടില്ലെന്ന് തീരുമാനിക്കുകയാണ്. ഞാൻ വേറെ ഒന്ന് പറയട്ടെ, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മതവും സ്ത്രീകളുടെ കാര്യവും ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. കേരളത്തിൽ ഇന്നേ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് തമിഴ്നാട്ടിലുണ്ടായില്ലേ, ജയലളിത ഉണ്ടായില്ലേ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുണ്ടായില്ലേ, മധ്യപ്രദേശിലുണ്ടായില്ലേ, രാജസ്ഥാനിലുണ്ടായില്ലേ, ഇപ്പോഴും മറ്റേ കേരളത്തിന് ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലെ മുഖ്യമന്ത്രി രേഖാ ശർമ്മ സ്ത്രീയാണ്. അതുപോലെ തന്നെ ബംഗാളിലെ മമതാ ബാനർജിയാണ്. ഇവർക്കൊക്കെ ആകാം. റാബറി ദേവിക്ക് വരെ ബീഹാറിലാവാം. പക്ഷെ കേരളത്തിലാക്കാൻ പറ്റുമോ? കേരളത്തിൽ KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാത്ത സംസ്ഥാനമാണ് കേരളം. നമ്മൾ സർവ്വരംഗത്ത് ഒന്നാം സ്ഥാനത്താണ്. ഒക്കെ ശരിയാണ്. ഒരു സ്ത്രീയെ കേരളത്തിന്റെ ഒരു പാർട്ടിയുടെ അധ്യക്ഷയായിട്ടുള്ള സ്ത്രീയുടെ പേര് പറയാമോ? ഞാൻ കേരളത്തിന്റെ 100 വർഷക്കാലത്തിന്റെ ചരിത്രം കാണിക്കാം. ഒരു സമയത്തും ഇല്ലാന്ന് പറയാൻ സാധ്യമല്ല കേട്ടോ. താൽക്കാലികമായിട്ട് പ്രസിഡന്റ് ഇല്ലാതിരുന്ന കാലത്ത് 3 മാസക്കാലം പ്രസിഡന്റായിട്ട് താൽക്കാലിക ചുമതല ഉണ്ടായിട്ടുള്ള ഒരാളുടെ പേര് കുട്ടിമാളുമ്മ എന്നാണ്. കുട്ടിമാളുമ്മ. അതല്ലാതെ കണ്ട് കേരളത്തിലുണ്ടായത് ഭാരതീയ ജനസംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ഇവര് ദേവികയമ്മ വന്നു. അവര് എടപ്പാളുകാരിയാ. അവരല്ലാതെ കണ്ട് ദേവികയമ്മ അല്ലാതെ കണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ സ്ത്രീക്കും പാർട്ടിയുടെ ഉന്നതമായുള്ള തലത്തിൽ എത്താൻ വേണ്ടി സാധ്യമായിട്ടില്ല. പക്ഷെ നമ്മൾ പറയും ഞങ്ങൾ ഭയങ്കര മികച്ച ആളുകളാണ്, ഇവിടെ ജാതിയില്ല മതമില്ല, ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്വാതന്ത്ര്യം ഇല്ലപ്പാ. അതായത് ഞങ്ങൾ സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് സ്വാതന്ത്ര്യം ഹനിക്കുന്നവരാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിന് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ചില നറേഷൻസിന്റെ ഭാഗം മാത്രമാണത്. ഒരു സ്വാതന്ത്ര്യവും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം അതാണ്. ഓക്കെ, ശരി സർ. ഇപ്പോൾ നമുക്ക് സിനിമാ രംഗം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിന്ന് ഒരു കാര്യം എടുക്കാം. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം, ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. ഒരു നമ്മൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു നടിയുടെ ഒരു അസോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. അതിനെ അനുകൂലിച്ചും ആ വിധി അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഒരു ശരിയാണോ അവിടെ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടോ? എനിക്കത് നീതിന്യായ വ്യവസ്ഥയുടെ പാളിച്ചയായിട്ട് തോന്നിയില്ല. ഞാൻ അത്യാവശ്യ കേസ് പഠിച്ച ആളാണ്. എൻ്റെ ഒരു കേസ് ഏത് തരത്തിൽ പരാജയപ്പെടണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ചില പ്രോസിക്യൂട്ടേഴ്സിന് കണ്ടാൽ മതി, അവരെ പഠിച്ചാൽ മതി. ആ കേസിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് ഞാൻ അത്യാവശ്യം പഠിച്ചിരുന്നു. ഇത്രയും മോശമായിട്ടൊരു കേസ് എങ്ങനെ നടത്താമെന്നുള്ളത് അവരെ കണ്ട് വസ്തുവിൽ പഠിക്കേണ്ടതാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ആ കേസിന് നിങ്ങൾ തന്നെ വായിച്ചിട്ടുണ്ടാവും. ആ കേസിന്റെ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ കാണിച്ച ഏർപ്പെടെന്താ? അയാൾ കാണിച്ചവിടെ ചില വൗച്ചർ ഉണ്ടാക്കി. ആരുടെ പേരില്ല? പ്രതിയുടെ പേരിൽ, മറ്റേ പൾസർ സുനിയുടെ പേരിൽ. എന്ത് അബദ്ധ പഞ്ചാംഗാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്? ഇങ്ങനെയുള്ള എന്നാ അയാളുടെ പേര് ബൈജു, മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് ബിജു പൗലോസ്. ഈ തരത്തിൽ പരമ ഫ്രോഡ്. എനിക്കൊരു മടിയിലായാലും പരമ ഫ്രോഡ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. കാരണം അയാൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ആള് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ പേപ്പറിൽ ടോട്ടൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അയാള് മറ്റേ ഇവരുടെ സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന പൈസ, ആ പൈസ ഈ സുനി എന്ന് പേരുണ്ടപ്പോൾ ഇയാള് പൾസർ സുനിയ എന്ന് പറഞ്ഞ് എഴുതി വെക്കുകയും 600 രൂപ ഒരു ദിവസം കൊടുക്കുന്ന രീതിയിൽ അയാളുടെ പേര് എഴുതി വെക്കുകയും അയാൾ സിനിമയിലുണ്ടെന്നുള്ളത് തെളിയിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ്. കോടതി അയാളോട് ചോദിച്ചു. കോടതി എനിക്ക് ജില്ലാ ജഡ്ജിയെ സംബന്ധിച്ച് നേരിട്ട് പരിചയമില്ലെങ്കിലും ഞാൻ അവരെ മനസ്സിലാക്കിയിരിക്കുന്നത് അത്യാവശ്യം കേസ് പഠിക്കുന്ന അവരുടെ അച്ഛനേതോ CPM നേതാവാന്നാ പറയുന്നത്. ശരിയാണല്ലോ എന്ന് എനിക്കറിയില്ല, ആണെന്ന് പറയുന്നു. CPM അല്ല, കോൺഗ്രസ് അല്ല, ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ പോലും ആ ജില്ലാ ജഡ്ജി കേസ് പഠിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ കേസ് മോശമായിട്ട് നടത്തിയിരിക്കുന്നവരാണ് പ്രശ്നം. പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അതിന്റെ പ്രശ്നം. അവര് ഇതിന് അന്വേഷണം നടത്തിയിട്ടുണ്ടോ കൃത്യമായിട്ട്? അവർ തെറ്റായിട്ടുള്ള വൗച്ചറുകൾ സബ്മിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുക. അങ്ങനെ അവതരിപ്പിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പ്രോസിക്യൂട്ടേഴ്സ് അവിടെ കോടതിയിൽ വാദിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് സാക്ഷാൽ ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരൊരിക്കലും ഈ പറയുന്ന അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടല്ല അവർ കേസ് വാദിച്ചത്. അവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ മാത്രമല്ലല്ലോ, കേസിന്റെ തുടക്കം സംഭവം ഞാൻ ആ ദിവസം പറയാലോ. 1-ാം ദിവസം അവിടെ രാത്രി എത്തിയിട്ടുള്ളത് PT തോമസ് ആണ്. നമ്മൾ എന്ത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാലും കേരളത്തെ സംബന്ധിച്ച് സത്യസന്ധനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് PT തോമസ്. ഞാൻ PT-യെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ PT-യെ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അങ്ങനെ വീട്ടിൽ പോയിരുന്നു. ഞാൻ TV വരെ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന പ്രശ്നം എന്താണെന്നെങ്കിൽ, അദ്ദേഹം എത്തിച്ചേർന്നതിന് ശേഷമാണ് അദ്ദേഹം ചോദിച്ചു, കേസ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് ചോദിക്കുകയാണ്. പരാതി കൊടുത്തിട്ടില്ല. രാത്രി 12 മണി വരെയും പരാതി കൊടുത്തിട്ടില്ല. ഈ പരാതി കൊടുക്കാതെ 7:30 മണിക്ക് നടന്ന സംഭവമാണ്. ലാലിന്റെ വീട്ടിലാണ് ഇവരെത്തിയത്. ലാൽ എന്ന് പറയുന്ന സിനിമാ നിർമ്മാതാവും കുന്നം കുടച്ചക്കറും ഒക്കെയാണ് ആ മനുഷ്യൻ പരാതി കൊടുത്തിട്ടില്ല. മറിച്ച് അയാൾ പറഞ്ഞ ഉത്തരം,
ഞാൻ DGP വിളിച്ചിരുന്നതാണ്. DGP ടെലിഫോൺ ചെയ്ത് എന്താ കാര്യമുള്ളത്? സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ ഇത്? ഒരു പരാതി തൊട്ടടുത്ത് 1 കിലോമീറ്റർ ദൂരത്തുള്ള PT തോമസ് എന്നോട് പറഞ്ഞ ഭാഷ പറഞ്ഞാൽ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സബ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, 10 കിലോമീറ്റർ 6-7 കിലോമീറ്റർ അപ്പുറത്തുള്ള സിറ്റി പോലീസ് കമ്മീഷണർ, ഒരു 8 കിലോമീറ്റർ അപ്പുറത്തുള്ള DIG ആൻഡ് IG, ഇവർക്ക് ആർക്കും പരാതി കൊടുക്കാതെ കണ്ട് 220 കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന DGP ടെലിഫോണിൽ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതി പറഞ്ഞവനാളുടെ മാനസിക രോഗമാണ് പ്രശ്നത്തിന് കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒന്ന്. അതൊന്ന്. രണ്ടാമത്തത്, സാധാരണ കേസ് വന്ന് ആരെയൊക്കെ ചോദ്യം ചെയ്യാം? ആദ്യം എവിടെയാണ് ഈ പറയുന്ന അതിജീവിത എത്തിയത്? എവിടെയാണ് അവരേത് കാറിലാണ് വന്നത്? ആ കാറിൻ്റെ ആളുകൾ ഇവര് കേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ? അവർ സാക്ഷ്യപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ അവരെ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. ഇവര് താമസിച്ച് ഇപ്പം തന്നെ ഇദ്ദേഹം തന്നെ താമസിച്ചത് കണ്ടത് ഒരു വീട്ടിലാണ്. ഒരു നേരത്തെ പറഞ്ഞ ലാലിൻ്റെ വീട്ടിലാണ് കണ്ടേ. ഈ ലാവല് കേസിൽ സാക്ഷിയാണോ? ലാലിൻ്റെ മകൻ സാക്ഷിയാണോ? എന്ത് സാക്ഷിയാവാഞ്ഞത്? ഇതിൻ്റെ ഉത്തരം പ്രധാനമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുടക്കത്തിൽ തന്നെ, അതേപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകൾ തുടക്കത്തിൽ തന്നെ ആരെയാണ് പ്രതിയാക്കേണ്ടതെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ദിലീപ് രക്ഷപ്പെട്ടാലും ദിലീപ് പ്രതിയായാലും ഒരേപോലെയാണ്. പക്ഷെ ഒരു മറുവശം എന്നെ സംബന്ധിച്ചുള്ളത്, ഒരു കേസ് ഒരു പാവപ്പെട്ട പെൺകുട്ടി ആരാണെങ്കിലും, ഒരു പെൺകുട്ടിയാണ് അവള് ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് സംരക്ഷിക്കുവാനുള്ള ധാർമ്മികമായുള്ള ബാധ്യത ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഈ ദൗത്യം പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിർവഹിച്ചിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇവരുടെ വക്കീൽമാരായിരിക്കുന്ന ആളുകൾ. ഈ വക്കീൽമാരായിരിക്കുന്ന ആളുകളെല്ലാം അഭ്യാസമാണ് നടത്തിയിട്ടുള്ളത്. സത്യസന്ധത അവിടെ തൊട്ടുതെറിച്ചിട്ടില്ല. ആ സത്യസന്ധത തൊട്ടുതെറിച്ചിരുന്നുവെങ്കിൽ യഥാർത്ഥമായുള്ള പ്രതികളെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. എനിക്ക് ദിലീപാണോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഈ 6 പേരാണെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും ഈ തരം സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല മുഴുവൻ ഭാരതത്തെ സംബന്ധിച്ചും അത്യന്തം നാണക്കേടാണ്, ലജ്ജാകരമായുള്ള സംഭവമാണ്. അതിനെതിരായിട്ട് സത്യസന്ധമായുള്ള സമീപനം സ്വീകരിക്കണ്ടേ? എന്താ പോലീസ് സ്വീകരിക്കാത്തത്? എന്താ വക്കീൽമാർ സ്വീകരിക്കാത്തത്? എന്നിട്ട് അവസാനം നീതിന്യായ രംഗത്ത് പരാതി പറഞ്ഞാൽ മതിയോ? അത് ഇവർ പരാതി പറഞ്ഞാൽ എന്താ പ്രശ്നം? ഒരു ജില്ലാ ജഡ്ജിക്കല്ല പരാതി വരുന്നത്. ഇവർ ഇത്തരത്തിൽ പരാതി പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു ആരോപണമാണത്. ആ ആരോപണം ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല, ന്യായമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന അതിജീവിതയെ അവരെ ഒറ്റപ്പെടുത്തിയത് ഈ പറയുന്ന സിനിമാ രംഗത്തുള്ള ആളുകളാണ്, ഇവിടെ നീതിപാലകന്മാരായിരിക്കുന്ന ആളുകളാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ഈ പറയുന്ന സമസ്ത മേഖലയിലുള്ള ആളുകളും ഇപ്പൊ സാധാരണ രീതിയിൽ പഴയ കാലത്തൊരു കഥ പറയാറുണ്ട്. ഈ കള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ച് ഇനി കള്ളൻ ഓടി രക്ഷപ്പെടുന്ന പറയുക. സമാനമായ രീതിയിലാണ് അതിജീവിതയുടെ പ്രശ്നത്തിൽ സംഭവിക്കുന്നത്. പ്രതി ആണെന്ന് തീരുമാനിച്ച് ഒരാൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു, അയാളെ ഓടിച്ച് രക്ഷപ്പെടുത്താനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇവിടെയുള്ള സാമൂഹ്യ രംഗത്തുള്ള പല നേതാക്കന്മാർ സ്വീകരിച്ചത്. എനിക്കത് കൃത്യമായിട്ട് എവിഡൻസിന്റെ പുറത്ത് സാക്ഷി ഇവര് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇതല്ലാതെ കൊണ്ടൊരു കോടതി വിധി ഉണ്ടാകുകയില്ല. ഈ അതിജീവിത ഉൾപ്പെടെ അതിജീവിതയുടെ കൂടെയുള്ള സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് പല സമയത്ത് ഈ അഡ്വക്കേറ്റ്സ് വഴി അറിഞ്ഞ കാര്യങ്ങളാണ്. പല സമയത്തും പല തെളിവുകളും സമർപ്പിക്കുമ്പോൾ കോടതി അത് നോട്ട് ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നൊരു വാദവും പറയുന്നുണ്ട്. ഞാൻ വേറൊന്ന് പറയട്ടെ, ഇത് ആരാ കുറ്റപത്രം തയ്യാറാക്കുന്ന? ആരാ? പോലീസാണോ? പോലീസല്ലേ? ആ കുറ്റപത്രത്തിൽ ഇതുണ്ടോ? ഒന്ന് കാണിച്ചു തരട്ടെ. ഇവര് ഈ പറയുന്ന പ്രസ്താവനയ്ക്ക് ഇറക്കിയാവുന്ന ചേട്ടന്മാരും ചേട്ടത്തിമാരും ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ ചില ആളുകൾക്ക് ചാനലുകളിൽ വന്നിരുന്നിട്ട് വിളിച്ചു കൂവും സമയത്ത് എന്തോ അതിജീവിതയെ ഓർത്ത് പൊട്ടിക്കരയുന്നമാതിരി സംസാരിച്ച ചില ആളുകളൊക്കെ ഉണ്ട്. ഞാൻ അതിൽ ഒരാളോട് ചോദിച്ച്, ഇപ്പൊ കേരളത്തിൽ ഇതേപോലെ തന്നെ 2 പേര് പീഡിപ്പിച്ച ആളാണ് വേടൻ എന്ന് പറയുന്ന ആള്. ആ വേടനാണ് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തത്. ആ അവാർഡ് കൊടുത്ത കമ്മിറ്റിക്കകത്ത് സ്ത്രീകളുണ്ട്, ഈ അതിജീവിതയ്ക്ക് വേണ്ടി പൊട്ടിക്കരയുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ ഇവരെന്താ വേടന്റെ കാര്യത്തിൽ ഇവരെന്താ പ്രശ്നം ഉണ്ടായത്? ഇവര് അവിടുത്തെ അതിജീവിതം ഇവരെന്താ മാനിക്കാതിരുന്ന എന്താ? ഇവര് മറിച്ച് വേടനെ സംരക്ഷിച്ച് വേടന അവാർഡ് കൊടുത്ത ആളുകളാണ് ഈ പറയുന്ന ഇതിന്റെ പ്രശ്നം. ഇതിനകത്ത് വ്യക്തിപരമായുള്ള തർക്കങ്ങളാണ് കാരണം പലപ്പോഴും. അതിന് പേരുള്ള ഇവരുടെ ശണ്ഠയാണ്. ഇത് മറ്റേ സിനിമാ ലോകത്തെ തർക്കങ്ങളാണ്. ആ തർക്കങ്ങൾക്ക് ഇവർ പുതിയ മാനം കൊടുക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇതിനകത്ത് നിയമപരമായിരിക്കുന്ന ഒരു സംരക്ഷണവും കൊടുക്കണമെന്ന് ഇവരാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനെ സംബന്ധിക്കുന്ന എൻ്റെ അഭിപ്രായം. ശരി സർ. ഈ അതിജീവിത ഈ ഇടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സാർ, അത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതായത്
ഈ ട്രയൽ കോർട്ട്, അതായത് നമ്മുടെ ഈ വിധി വന്നതിൽ അല്ലെങ്കിൽ കോടതി തനിക്ക് തരുന്ന നീതിയിൽ പരാജയപ്പെട്ടു എന്ന് തനിക്ക് തോന്നുന്നതിൽ 5 കാരണങ്ങളുണ്ടെന്നാണ് അതിജീവിത പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ അതിജീവിതയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് റീസൺ പറയുന്നത് കോടതിയുടെ കൈവശം ഇരിക്കുന്ന മെമ്മറി കാർഡ് 3 പ്രാവശ്യം അവിടെ നിന്ന് പോയി, അത് ടാമ്പർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ ആരും സമർപ്പിച്ചിട്ടില്ല, അതൊന്നും നടന്നിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആണ് ഈ കേസിൽ നിന്ന് പിൻവാങ്ങിയത് അല്ലെങ്കിൽ റിസൈൻ ചെയ്തത്. ഓക്കെ. മൂന്നാമത്തെ കാര്യം, റിപ്പീറ്റഡ്ലി ഈ പറയുന്ന അതിജീവിത ഈ മെമ്മറി കാർഡിന്റെ കാര്യവും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും പലതവണയും കോടതിയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് കയ്യിൽ കിട്ടിയത്. ആദ്യം ഒന്നും അത് കയ്യിൽ കിട്ടിയിട്ടില്ലായിരുന്നു ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അക്യൂസ്ഡ് ഫയൽ പെറ്റീഷൻ റിക്വസ്റ്റിംഗ് ദാറ്റ് ദ സെയിം ജഡ്ജ് കണ്ടിന്യൂ ടു ഹിയർ ദ കേസ്. അതായത് ഈ പറയുന്ന അക്യൂസ്ഡ്, അതായത് പ്രതിഭാഗത്ത് നിൽക്കുന്ന ആള് ശരിക്കും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരൊറ്റ ആള് തന്നെ, ആ ഒരൊറ്റ ജഡ്ജ് തന്നെ കംപ്ലീറ്റ് കേസും കേൾക്കണം, വേറൊരു ജഡ്ജിനെ നിയമിക്കാൻ പാടില്ല എന്നുള്ളത്. അതേസമയം അതിജീവിത റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഈ ജഡ്ജിൽ അല്ലാന്നുണ്ടെങ്കിൽ ഈ ജഡ്ജ്മെന്റിൽ എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് വേറെ ആരെങ്കിലും കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അക്യൂസ്ഡിന്റെ റിക്വസ്റ്റ് ആണ് അവിടെ കേട്ടതും ഈ ത്രൂ ഔട്ട് ദ കേസിൽ ഒരൊറ്റ ജഡ്ജായിരുന്നു. 4 അതാണ്. പിന്നെ ഒന്ന്, ഇദ്ദേഹം അതായത് അതിജീവിത ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിനും പലതരത്തിലുള്ള കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കൺസേൺസ്, അതായത് നേരായ രീതിയിലല്ല ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ജഡ്ജ്മെന്റ് പോകുന്നത് എന്നുള്ളത്. ലാസ്റ്റ് പറയുന്നത്, ഓപ്പൺ കോർട്ടിലായിരിക്കണം ഇതിന്റെ ഒരു ട്രയൽ നടക്കേണ്ടത് എന്നൊരു റിക്വസ്റ്റും അതിജീവിത ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ കോർട്ടിലാവുമ്പോൾ അവിടെ മീഡിയയ്ക്കും ബാക്കി സാധാരണ മനുഷ്യന്മാർക്കും ഒക്കെ അതിനകത്തൊരു എൻട്രി ഉണ്ടാവും. അപ്പോൾ പൊതുജനവും അറിയട്ടെ എന്താണ് ഈ ട്രയൽ കോർട്ടിനകത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ കോടതിക്കുള്ളിൽ നടക്കുന്ന സംവാദങ്ങൾ എന്താണെന്നുള്ളത് പൊതുജനവും അറിയട്ടെ എന്ന് പറയുമ്പോൾ അതിൽ എവിടെയോ അതിജീവിതയ്ക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലേ സർ? അതായത് എനിക്ക് നടക്കുന്നത് അനീതിയാണ് എന്നൊരു കോൺഫിഡൻസോട് കൂടിയാണ് അത് ഓപ്പൺ കോർട്ടിൽ തന്നെ ചെയ്യണം എന്ന് റിക്വസ്റ്റും കൊടുത്തത്, അതും നടന്നില്ല. സോ ഈ ഒരു 5-6 പോയിന്റ്സ് ആണ് അദ്ദേഹം ഈ ഇടയ്ക്ക് 2 ദിവസം മുന്നേ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ പേര് പറഞ്ഞതൊക്കെ അതിലാന്ന് തോന്നുന്നു അല്ലേ? അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അതിജീവിതയുടെ പേര് ഇപ്പൊ നമ്മളാരും പറയാറില്ല. ഇല്ല. പക്ഷെ അതിജീവിത സ്വന്തം പേര് വെളിപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയിലാണ് ഈ 6 കാര്യങ്ങൾ വന്നത്. എനിക്ക് അതിനകത്തൊരു മറുവശം തോന്നിയത്, ഈ അതിജീവിതയൊക്കെ തന്നെ പറഞ്ഞിട്ടാണല്ലോ ഈ പറയുന്ന വനിതാ ജഡ്ജിയെ നിയമിച്ചത്. ഈ വനിതാ ജഡ്ജിക്ക് പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയം, അവരുടെ അച്ഛൻ രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷെ അവർക്ക് രാഷ്ട്രീയമായിട്ട് ഇവിടെ ആരും ഇതിനു മുമ്പ് ആരോപിച്ചിട്ടില്ലല്ലോ. പിന്നെ മാത്രമല്ല അവർ മികച്ച ജഡ്ജിയാണെന്നുള്ളവരും ഇവിടെ മറ്റുള്ള വക്കീൽമാരടക്കമുള്ളവർ അംഗീകരിച്ചിട്ടുള്ളതാണല്ലോ ഒന്ന്. രണ്ടാമത്തത്, എങ്ങനെയാണ് പ്രോസിക്യൂട്ടർ എങ്ങനെ വിട്ടുപോയത്? ഇവർക്കിപ്പോ നിലവിലിരിക്കുന്ന 2 പ്രോസിക്യൂട്ടേഴ്സ്, ഒന്ന് യദുകുമാറും മറ്റേത് മിനിയും മറ്റോന്ന് തോന്നുന്നു. ഇപ്പൊ 2 പ്രോസിക്യൂട്ടേഴ്സ്, ബാക്കി എല്ലാവരും വിട്ടുപോയല്ലോ. എന്താ വിട്ടുപോകാൻ കാരണം? ഈ വിട്ടുപോകാൻ കാരണം ഇത്തരം കേസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്ന കാര്യത്തിൽ ഇവർ പരാജയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. നമ്മളിപ്പോ ചാനലിൽ വന്നിട്ട് സംസാരിക്കുന്ന പോലെയല്ല ഇവര് പറയുന്നത്. ഇവരാപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില പോസ്റ്റിംഗ് ആണല്ലോ നടത്തിയത്. ഈ പോസ്റ്റിംഗ് അല്ലല്ലോ ആവശ്യം. ഒരു കോടതിയെ സംബന്ധിച്ച് കോടതിയുടെ മുമ്പാകെ വരുന്ന തെളിവുകളാണ് പ്രധാനപ്പെട്ടത്. ഈ തെളിവുകളില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പൾസർ സുനി 600 രൂപയ്ക്ക് ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ദിലീപായിട്ട് ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു കാണിക്കുന്ന വസ്തുത. അതാണ്. അതെങ്ങനെയാ ന്യായമാകുക? എന്ന് മാത്രമല്ല, അതിനകത്ത് ഏകദേശം 9-10 പേരുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പേരുണ്ട്. ആ വൗച്ചർ മുഴുവൻ കോടതി മുമ്പ് ഹാജരാക്കിയിട്ടുണ്ട്. ഒരാൾ 1500 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, ഒരാൾ 600 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, ഒരാൾ 800 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽപ്പെട്ട ആളുകൾ വാങ്ങിച്ചിരിക്കുന്ന ഏകദേശം 10 തുടങ്ങിയിട്ട് 20 വരേക്കുള്ള സാക്ഷികൾ അങ്ങനെയുള്ളവരൊക്കെയാണ്. അങ്ങനെ അവരെല്ലാവരും പണം വാങ്ങിച്ചിട്ട് അവർക്കൊക്കെ ഡെയിലി വേജസിന് പൈസ കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരാളുടെ പേരായിട്ടാണ് പൾസർ സുനിയുടെ പേര് കാണിച്ചിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എങ്കിൽ ഈ കേസിൽ 2ാം പ്രതിയുണ്ട്, മാർട്ടിൻ. ഈ മാർട്ടിൻ ഒരു പ്രധാനപ്പെട്ട കേസിൽ പ്രതിയാണ്, ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. അയാളുടെ ഒരു വലിയൊരു വീഡിയോ ക്ലിപ്പിംഗ് ഇറങ്ങിയിട്ടുണ്ട്. കേട്ടിരുന്നോ അത്? ആ ക്ലിപ്പിങ്ങിനകത്ത് അയാൾ പറയുന്നുണ്ട് അയാളുടെ കുടുംബ പശ്ചാത്തലം, അയാൾ കേസിന് വരുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന അതിജീവിതയ്ക്ക് അടക്കമുള്ള ആളുകൾക്ക്. എനിക്ക് എന്തുകൊണ്ടാണ് ലാലിനെ കേസിൽ വിസ്തരിക്കാത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ എനിക്ക് പ്രധാനപ്പെട്ടത്, ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന അതിജീവിത മെഡിക്കൽ റിപ്പോർട്ടിന് പോയിട്ടുണ്ടോ? അതിജീവിത മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മെഡിക്കൽ സാധാരണ ഇത്തരത്തിലൊരു റേപ്പിന് വിധേയമായിട്ടുണ്ടെങ്കിൽ സംശയം വേണ്ട, അവർ മെഡിക്കൽ ചെക്കപ്പിന് പോകണം. ആ മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അത്രേ.
അപ്പൊ അങ്ങനെ ആ തരത്തിൽ നിരവധി ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. ഞാൻ അതീവതയാണെങ്കിലും അവരെ സംബന്ധിച്ച് അവരുടെ ദുഃഖങ്ങൾ നമ്മുടെ കൂടെ ദുഃഖമാണ് കേട്ടോ. കാരണം ഒരു മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ ദുഃഖം എന്ന് പറയുന്നാല് അതൊരു മുതിർന്ന എല്ലാവരെയും സംബന്ധിക്കുന്ന ദുഃഖമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ദുഃഖങ്ങൾ വരുന്ന സമയത്തും അതിന്റെ ചില സത്യാവസ്ഥകളും കേസിൽ നിന്ന് യഥാർത്ഥ പ്രതിയെ സംരക്ഷിക്കുവാനുള്ള നിർഭാഗ്യവശാല ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വേണം അതിന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ അവർക്ക് കോടതി സംവിധാനത്ത് വിശ്വാസക്കുറവ് കാണിക്കുന്നത്, നീതിന്യായ രംഗത്തെ വിശ്വാസക്കുറവ് കാണിക്കുന്നത്, ഇത് അവർക്ക് ടോട്ടൽ നീതിന്യായ രംഗത്തോടുള്ള വിശ്വാസക്കുറവാണ് കാണിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. ഇന്ത്യയിലെ കോടതികൾ എന്തൊക്കെ പറഞ്ഞാലും താരതമ്യേന മറ്റ് പല രാജ്യങ്ങളിലുള്ള കോടതികളെക്കാൾ മികച്ച നിലവാരം പുലർത്തുന്നതാണ്. നമ്മുടെ ജില്ലാ ജഡ്ജി അടക്കമുള്ളവർ അങ്ങനെ നിലവാരം പുലർത്തുന്നതാണ്. കേരളത്തിൻ്റെ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ അങ്ങനെ നിലവാരം പുലർത്തുന്നവരാണ്. അവരെല്ലാവരും അടിക്ക് അവരെല്ലാം മോശപ്പെട്ടവരാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു സമീപനം നല്ലതാണോ എന്നുള്ളതാണ് എൻ്റെ സംശയമുള്ളത്. അതൊന്ന്. രണ്ടാമത്തത്, അവർക്ക് വേണ്ടി വാദിക്കുന്നവരൊന്ന് ചിത്രം ഒന്ന് എടുത്തു നോക്ക്. വേടനെ സംരക്ഷിക്കുന്നവരാണ് ഇവര്, രാഹുൽ മങ്കുടത്തിൽ സംരക്ഷിക്കുന്നവരാണ് ഇവര്. അത്രയും ചില ആളുകളാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ തീരുമാനിക്കുന്ന കേസിൽ പ്രതി ആരാണെന്ന്. അവർ ചില നറേഷൻസ് കൊണ്ടുവരും. ആ നറേഷൻസിന്റെ പുറത്ത് നമ്മൾ ചർച്ച നടത്തണം. ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കരും വേറെ ഒരു വനിതയും കൂടി ആയിട്ടുള്ള ചർച്ചയിലൊക്കെ ഉണ്ട്. അപ്പൊ ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്ന സമയത്ത് വനിത പറയുന്നത്, ഞാൻ പറയുന്നതിന് നിങ്ങൾ ഉത്തരം പറയാമെന്നാണ്. എന്ന് വെച്ചാൽ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഞാൻ നിശ്ചയിക്കും. കേസിലെ പ്രതിയെ ഞാൻ നിശ്ചയിക്കും. കേസിന്റെ പ്രതിയുടെ ശിക്ഷ ഞാൻ നിശ്ചയിക്കും. ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ? സാമാന്യ നീതിക്ക് നിരക്കുന്നതാണോ? ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിനകത്ത് ദിലീപ് കുറ്റക്കാരനാണോ കുറ്റവാളിയാണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. വേണമെങ്കിൽ ചിലപ്പോൾ ആയെന്ന് വിചാരിച്ചു വലിയ അത്ഭുതം ഒന്നും എന്നെ സംബന്ധിച്ചില്ല. ഞാനും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ളതൊക്കെ അതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരാൾ സാധാരണ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ സവിശേഷത 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണ്. ഈ സംവിധാനം വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ കുറ്റവാളികളെ സംരക്ഷിക്കുവാനുള്ള ബോധപൂർവമായുള്ള പരിശ്രമം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നോ കേസിന്റെ നടത്തിപ്പിന്റെ ആളുകളുടെ ഭാഗത്തുനിന്നോ ചാനലുകളിൽ വന്നിട്ട് കയ്യും കാലും ഇട്ട് അടിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നത് പലപ്പോഴും പ്രതികളെ സംരക്ഷിക്കാനേ സഹായിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അനുമാനം. ശരിക്കും സംബന്ധിച്ചതാണ്. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഈ ഒരു കോടതി വിധി നമ്മൾ എടുക്കാം സാർ. ഇപ്പൊ നമ്മൾ ഏതൊരു വിധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു കേസ് അന്വേഷണം ആയിക്കോട്ടെ, ഏതൊരു ക്രിമിനൽ കേസും ആയിക്കോട്ടെ, ഒരു ക്രൈം നടക്കുമ്പോൾ അവിടെ ഒരു മോട്ടീവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്തിനാണ് ആ ക്രൈം ചെയ്യുന്നത്. അത് ഇവിടെ തെളിഞ്ഞിട്ടുണ്ടെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? തെളിഞ്ഞിട്ടില്ല. അത് തെളിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. ഇതിന്റെ മോട്ടീവ് തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ, ഈ സ്ത്രീ റേപ്പ് ചെയ്തു എന്നുള്ളത് തെളിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ 2-3 വിഷയങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ട്. ഇപ്പൊ മാർട്ടിൻ പറഞ്ഞനുസരിച്ചിട്ട് ഇവര് പീഡിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാ പറഞ്ഞത്, റേപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല പറഞ്ഞത്. അല്ലാത്ത സംഭവം പോലും മാനിപ്പുലേറ്റഡ് ആണെന്നാണ് മാർട്ടിൻ പറയുന്നത്. എനിക്ക് മാർട്ടിൻ പറയുന്നത് ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും മാർട്ടിനെ കൂടി നമ്മുടെ കണക്കിലെടുത്താൽ അതുകൂടി നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അപ്പൊ അതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഈ അന്വേഷണത്തിന് നിലവിലിരിക്കുന്ന കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന് സാധ്യമല്ല. കാരണം ഇവിടെ ബൈജു പോലീസുമാരാണ് ഇവിടെ അന്വേഷണം നടത്തുക. സാർ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോ വ്യക്തമായിട്ട് സാറിനോട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അസോൾട്ട് അവിടെ നടന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, നടന്നില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്കൊരു വാർത്തയല്ല. കാരണം കേരളത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മലയാളികളായിരിക്കുന്ന സോക്കോൾഡ് ചിന്തകന്മാർ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ്. അങ്ങനെ കേരളത്തിലെ പാഠപുസ്തകത്തിലുള്ള 10 വിഷയങ്ങൾ 1, 2, 3 എന്നിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ലെസൺ ഉണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഉപജ്ഞാതാവ് സി കേശവനാണ്. സി കേശവൻ പിൽക്കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. 1950 തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായി. ഞാൻ പിന്നെ ഒന്ന് വായന പഠനം നടത്തിയത്. ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ ഏകദേശം 48 പുസ്തകം അതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ച്. വൈക്കം സത്യാഗ്രഹത്തിൽ ഒറ്റുകൊടുത്താളാണ് സി കേശവൻ. ആ സി കേശവനെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഉപജ്ഞാതാവായിട്ട് ഞാൻ പാഠപുസ്തകത്തിൽ പഠിച്ചുപ്പ. ഞാനതൊരു പരീക്ഷയ്ക്ക് എഴുതി, എനിക്ക് മാർക്ക് കിട്ടി. 1972 എനിക്ക് 65 മാർക്ക് സോഷ്യൽ സ്റ്റഡീസിന് കിട്ടിയത്. എന്തൊരു തോന്നിയോസം അത് തയ്യാറാക്കിയിരുന്ന മറ്റേ പരീക്ഷാ കൺട്രോളറെ ഞാൻ ദിവസം കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ യോഗത്തിൽ സംസാരിക്കേണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ സജഷൻ അവർക്ക് വേറെ വല്ല പണിക്കും പോകണം, വല്ല ചിരയ്ക്കാൻ പോകണം എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഇത്തരത്തിൽ കാപട്യങ്ങൾ പുതിയ തലമുറയെ പഠിപ്പിക്കരുത്, കളവ് പഠിപ്പിക്കരുത്. അവർ വസ്തുതകൾ പഠിപ്പിക്കണം, അവർ സത്യസന്ധമായിട്ട് ചിന്തിക്കണം, അവർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ബുദ്ധിയുണ്ട് പുതിയ തലമുറയ്ക്ക്. ഇപ്പൊ ഞാൻ പറയല്ലോ, ഇപ്പൊ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച പാഠം തെറ്റാന്നല്ലോ ഞാനല്ലേ പിന്നെ പിൽക്കാലത്ത് മനസ്സിലാക്കിയില്ലേ. അങ്ങനെ പലർക്കും സാധിക്കൂടെ.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കാപട്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു വേണേൽ അവസാനിപ്പിക്കാം. ഇദ്ദേഹത്തിന് മഹാബലി ചവിട്ടി താഴ്ത്തിയ കഥ 963 തുടങ്ങിയതാണ്. അത് കണ്ടെത്തിയിട്ടുള്ള ആൾക്ക് പ്രധാനം ഞാൻ പേര് പറയുന്നില്ല. ആ കണ്ടെത്തിയിട്ടുള്ള ആൾക്ക് പിന്നെ 966 നെഹ്റു സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം വാങ്ങിച്ചാളാണ് പുള്ളി. ഇതൊക്കെ റെക്കോർഡിലുള്ളതല്ലേ, ചരിത്രത്തിന്റെ ഭാഗമല്ലേ. അങ്ങനെ കേരളത്തിൽ ഒരുപാട് നറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ നറേഷൻസ് പലപ്പോഴും കേരളത്തിന്റെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്നതാണ്, സത്യസന്ധമല്ല. അവിടെയാണ് ഈ സംഭവം ഞാൻ കുട്ടി വായിക്കുന്നത് എങ്ങനെയാണ്. കാരണം വേടന് ഒരു നീതിയും ദിലീപിന് മറ്റൊരു നീതിയാണ്. എനിക്ക് വേടന്റെ സംഭവത്തിനകത്ത് വേടൻ എന്ന് പറയുന്നത് ഫേക്ക് വേടനാണ്. അയാൾ സമുദായം വേടനല്ല. അയാളുടെ അമ്മ ഇതാണ്, മറ്റേ അച്ഛൻ മറ്റേ അമ്മ ഈഴവ സമുദായത്തിലും അമ്മ സിംഹള വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെങ്ങനെ വേടനാവുക? വേടൻ എന്ന് പറയുന്ന ആരാണ്? കേരളത്തിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബിൽപ്പെട്ട ആളുകളല്ലേ. ഇയാളെങ്ങനെ വേടനാവുക? തട്ടിപ്പുകാരനല്ലേ. ഈ തട്ടിപ്പുകാരനല്ലേ കേരളത്തിന്റെ ഇത്തവണത്തെ സംഗീത പുരസ്കാരം കൊടുത്തത്. ഇതൊക്കെ സാമാന്യ നീതിയാണോ? അങ്ങനെ അയാൾ 2 സ്ത്രീകളെ റേപ്പ് ചെയ്തു. ഒന്ന് ഒരു ഡോക്ടറാന്നാ പറഞ്ഞത്, മറ്റേ എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ ന്യായീകരിക്കുന്നവര് ഈ തരം ചില സിനിമാ രംഗത്തെ കൂടിയുള്ള ചില മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമായിട്ടുള്ള, ഞാൻ അതിന്റെ കഥ എനിക്ക് വേറെ പറയാനുണ്ട്. എനിക്ക് അത്തരം ചില സംഭവങ്ങൾ, നിരവധി സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സിനെ ഇവരുടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനായിട്ടുള്ള വലിയൊരു പരിശ്രമം നടക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ വികസനത്തിന് തടസ്സമാണ്. കേരളത്തിൽ ഇന്ന് ആവശ്യം ഇത്തരത്തില് ദിലീപിന് എന്ത് സംഭവിച്ചാലും കേരളത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. ആ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യാതൊരു പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് 50 ലക്ഷം യുവാക്കന്മാരാണ് കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. എൻ്റെ എൻ്റെ കണക്കുണ്ട്. 50 ലക്ഷം യുവാക്കന്മാര് അവർ തൊഴിൽ തേടി അലയാണ്. അതിൽ നിന്ന് ഏകദേശം ഒരു 4-5 ലക്ഷം പേര് ഇപ്പോൾ UK മടങ്ങി വരും. എന്തൊരു ദാരിദ്ര്യമാണ് കേരളത്തിൻ്റെത്. അങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് കേരളത്തിൽ എത്തിച്ചത് കേരളത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്തതുകൊണ്ടാണ്. ഞാൻ ആ വിഷയം വേറെ സമയത്ത് ചർച്ച ചെയ്യാം. കേരളത്തിന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് യഥാർത്ഥമായിട്ടുള്ള വിഷയങ്ങളാണ്. കേരളത്തിന്റെ വികസനമാണ്, കേരളത്തിൽ യുവാക്കന്മാരുടെ പ്രശ്നമാണ്, കേരളത്തിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നമാണ്, കേരളത്തിന്റെ കാർഷിക രംഗമാണ്, കേരളത്തിന്റെ വ്യവസായ രംഗമാണ്. അത്തരം വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അത് മാറ്റിവെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന വേടന്റെ അല്ലെങ്കിൽ ദിലീപിന്റെ ഒക്കെ പിന്നാലെ പോയിട്ട് കേരളത്തെ അതിനെ പിന്നോക്കം കൊണ്ടുപോകുന്നു. എന്തോ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പണക്കാരന്റെ കോടീശ്വരന്മാരുടെ പ്രശ്നമാണ്. ഞാൻ ഈ 2 പേരുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാവരും കേസുകളെ കട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന കോടികളുടെ കണക്കുകളും കൂടി നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. 2 പേരും ചെലവഴിച്ചിരിക്കുന്ന പണത്തിന് കണക്ക് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് പ്രോസിക്യൂട്ടർ അവിടെ വന്നിട്ട് ബബ്ബ അടിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു നോക്ക്. അവിടെ പ്രതിഭാഗത്തിന്റെ വക്കീലായിരിക്കുന്ന രാമൻ പിള്ള എഴുന്നേറ്റ സമയത്ത് എഴുന്നേൽക്കാൻ വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നിട്ടുള്ള പ്രോസിക്യൂട്ടറെ ചിത്രമാണ് എൻ്റെ മനസ്സിലേക്കുള്ളത്. കാരണം അത്രയ്ക്ക് മിടുക്കനാണോ പ്രതിഭാഗത്തിന്റെ വക്കീല്. അങ്ങനെ നല്ല വക്കീൽമാരെ വയ്ക്കാമായിരുന്നില്ല ഇവർക്ക്. ഇവരെന്താ വയ്ക്കായിരുന്നത്? പ്രോസിക്യൂട്ടർ ഇവരെന്തുകൊണ്ട് വെച്ചില്ല? ഈ പറയുന്ന പ്രോസിക്യൂട്ടറുടെ കയ്യിലാണ് അത് കൊടുക്കേണ്ടത്. ഈ പ്രോസിക്യൂട്ടേഴ്സിൽ ആരെങ്കിലും ഒരു കേസ് ജയിച്ച് എന്റെ തെളിവ് ഇവിടെ ഉണ്ടോ? ഒന്ന് കാണിക്കാമോ അത്? അപ്പൊ അങ്ങനെ തെളിവുകളില്ലാത്ത താരതമ്യേന കഴിവുകൾ കുറഞ്ഞ ആളുകളെ പ്രോസിക്യൂട്ടർമാരായിട്ട് വെച്ച് കേസ് പരാജയപ്പെടുത്തി എന്നുള്ളതാണ് എനിക്കിതിനകത്ത് എൻ്റെ ഏറ്റവും വലിയ ആരോപണം. ശരിക്കതാണ്. അത് സത്യത്തിൽ നീതിക്ക് നിരക്കുന്നതല്ല. ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ എന്തോ പറ്റിക്കാനുള്ള വലിയൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നറേഷനായിട്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത്. അങ്ങനെയാണ് സർ. ഈ അതിജീവിതയുടെ ഒരു ജേണി അല്ലെങ്കിൽ ഒരു യാത്ര നമുക്കെടുക്കാം. ഒരു 10 വർഷം മുന്നേ വരെ അല്ലെങ്കിൽ ഒരു 10, 12, 13 വർഷം മുന്നേ വരെ മലയാളത്തിൽ വളരെയധികം സജീവമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു നടി. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക് ഭാഷകളിലും വളരെ സജീവമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു നടി. പെട്ടെന്ന് ഈ ഒരു പ്രശ്നം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ നടന്റെ അല്ലെങ്കിൽ പ്രതിയായിട്ട് ചേർക്കപ്പെട്ട പേരുള്ള ആ ഒരു നടന്റെ പേര് വരുന്നത് ഈ ഒരു ഇഷ്യൂവിന് ശേഷമല്ല. അതിനു മുന്നേ തന്നെയും ഇവർ തമ്മിൽ ഒരു പേഴ്സണലി ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ഈ അതിജീവിതത്തെ തന്നെ ഫെഫ്ക പോലെയുള്ള സംഘടനകളിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഒരു നടൻ ഇടപെട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ കാരണം എനിക്കൊരു നടൻ ഇടപെട്ട് എനിക്ക് വരുന്ന അവസരങ്ങളെല്ലാം തള്ളിക്കളയുന്നു എന്നുള്ളത് അത് പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. നമുക്ക് ആ അതിജീവിതയുടെ ഒരു സിനിമ കരിയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം മലയാളത്തിൽ വളരെ സജീവമായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി മലയാള സിനിമയിൽ വളരെ സജീവമായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. തമിഴ്, തെലുങ്കിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു. പല സിനിമകളിലും പല പ്രൊജക്ടുകളിലും ഇനിഷ്യലി പേര് ചേർക്കപ്പെട്ടിട്ടും അവസാന സമയത്ത് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ അതിൽ നിന്ന് പിൻവാങ്ങുന്നു അല്ലെങ്കിൽ പിൻവാങ്ങേണ്ടി വരുന്നു. അതുപോലുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണൽ വെഞ്ചൻസ് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നത്തിലോട്ട് വരുന്നു. സർ, ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ അവിടെ ഒരു റേപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തെളിയിക്കണം ഫസ്റ്റ് എന്നുള്ളത്.
വളരെ, അതായത് ഒരു 10-15 വർഷത്തോളം ഇതുപോലൊരു മലയാളം സിനിമയിൽ ഇത്ര അധികം പോപ്പുലാരിറ്റിയിൽ നിന്നൊരു പെൺകുട്ടി, താങ്കളുടെ ഒരു പോപ്പുലാരിറ്റി ഇത് അഫക്ട് ചെയ്യും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും താങ്കളുടെ അഭിമാനം എന്ന് പറയുന്ന സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്, അതിനും ഒരു പരിധി വരെ കോട്ടം പറ്റും എന്ന് മനസ്സിലാക്കിയിട്ടും, ഇത്രയും അധികം സൈബർ ബുള്ളിങ് എനിക്ക് നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ടും ഈ 8 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം എന്ന് തന്നെ പറയാം, ഒരു ഫൈറ്റ് എന്ന് തന്നെ പറയാം, ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഒരു അസോൾട്ട് അവിടെ നടക്കാണ്ട് ഒരാൾ ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ സർ? അല്ല, അതൊക്കെ വേണമെങ്കിൽ ഉണ്ടാവാം. എന്താ വെച്ചാൽ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന ഒരു അതിജീവിത പ്രശ്നം അടക്കം ഉള്ളത് എല്ലാം വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എൻ്റെ അനുമാനം ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ സിനിമാ മേഖല ഇല്ലാത്ത തൊഴിലാളികൾക്ക് എന്തെല്ലാം കേരളത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്? എത്ര കമ്പനികൾ കേരളത്തിൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്? കേരളത്തിൽ അടച്ചുപൂട്ടിയുള്ള കമ്പനികളുടെ കണക്കിലുണ്ടോ? 100 കണക്കിന് കമ്പനികളാണ് കേരളത്തിൽ അടച്ചുപൂട്ടിയത്. അതുമാത്രം എത്രയോ വീടുകളുടെ വഴിയാധാരമായി പോയിട്ടുണ്ടെന്നറിയോ? ഒരു നേരത്തെ ആഹാരം കിട്ടാതെ നിവൃത്തിയില്ലാത്ത ആളുകളുണ്ട്. നമ്മൾ അവരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. കേരളത്തിൽ കമ്പനികൾ അടച്ചുപൂട്ടുന്നതിനെ ചർച്ച ചെയ്യാമോ? ഞാനത് ഇടയ്ക്ക് കേരളം ഭരിക്കുന്ന മന്ത്രിയോടൊക്കെ ഞാൻ ചോദിച്ചിരുന്നു, വ്യവസായ വകുപ്പ് മന്ത്രിയോടക്കം, കേരളത്തിൽ എത്ര വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി? എറണാകുളത്ത് മാത്രമേ നമ്മൾ ആലോചിച്ച് നോക്ക്, ഓഗലഗ്ലാസ് ഫാക്ടറി അടച്ചുപൂട്ടി, TCM അടച്ചുപൂട്ടി. അതുപോലെ കേരളത്തിന് നല്ല ഇന്ത്യക്ക് തന്നെ ഏറ്റവും അഭിമാനകരമായിരിക്കുന്ന പട്ടുനൂലുണ്ടാക്കുന്ന റയൻസിന്റെ ഫാക്ടറി പെരുമ്പാവൂർ അടച്ചുപൂട്ടി. അതുപോലെ തന്നെ മറ്റേ കോഴിക്കോട് മാവൂർ റയൻസ് അടച്ചുപൂട്ടി. 10,000 ആളുകൾ തൊഴിലില്ലാണ്ടായി കേരളത്തിൽ. അങ്ങനെയാണ് ഇവർ വിദേശത്തേക്ക് പോയത്. അപ്പം നമ്മൾ അവരെ കുറിച്ച് ചർച്ച ചെയ്തോ? ആരും ചർച്ച ചെയ്തില്ലല്ലോ. മറിച്ച് ഈ പറയുന്ന അതിജീവിതയാണെങ്കിലും ദിലീപാണെങ്കിലും ഈ രണ്ടുപേരുടെയും വ്യക്തിപരമായുള്ള താല്പര്യങ്ങൾ ധനസമ്പാദനം തന്നെയാണ്. ഇവർ കോടിക്കണക്കിന് റുപ്പിയുടെ അഭ്യാസം ഇവർ നടത്തുക. രണ്ടുപേരും ഇവരുടെ കോടിക്കണക്കിന് റുപ്പിയുടെ അഭ്യാസത്തിൽ നമ്മളെന്തിന് വീണു കൊടുക്കണം? എനിക്കത് ഒട്ടും മനസ്സിലാവാത്തത്, എന്തിനാണ് കേരളം, ഇത് കേരളത്തിന്റെ പൊതുപ്രശ്നമല്ലല്ലോ. അതിജീവിത പ്രശ്നം കേരളത്തിന്റെ പൊതുപ്രശ്നമല്ല. ഒരു സ്ത്രീ സംബന്ധിക്കുന്ന പ്രശ്നം നമ്മുടെ ഒരു പൊതുപ്രശ്നം തന്നെയല്ലേ? ഞാൻ കേരളത്തിൽ അതേപോലെ ഒരു 100 പ്രശ്നം എടുത്ത് കാണിച്ചു തന്നാലോ? ഉണ്ട്. കേരളത്തിലെ ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന തൃപ്പൂണിത്തുറയില് ഇവിടെ RLV കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. അവിടെ ലെംസം ഗ്രാൻഡ് കൊടുക്കാനായിട്ട് ചോദിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള പീഡനത്തിന്റെ കഥ 10 കൊല്ലം ഞാൻ ആക്ഷൻ കൗൺസിൽ ചെയർമാനായിരുന്നു. ഇവിടെ ആരും ചോദിക്കാനുണ്ടായില്ല, ആരും പറയാനുണ്ടായിരുന്നില്ല. പട്ടികജാതി വിഭാഗക്കാരിയായിരിക്കുന്ന പെൺകുട്ടിയാണത്. അവരൊക്കെ അനുഭവിച്ചുള്ള ദുരിതത്തിന്റെ കഥയുണ്ട്, ആരും ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനെ കേരളത്തിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഈ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ആരും ചർച്ച ചെയ്യില്ല. ഇപ്പൊ തന്നെ വേടന്റെ സംഭവത്തിലുള്ള ഡോക്ടറാണ്. ആ ഡോക്ടർ വിഷയം ഇവിടെ ആരാ ചർച്ച ചെയ്ത്? ഏത് ചാനലാണ് ചർച്ച ചെയ്ത്? ഏത് മാധ്യമങ്ങളാണ് ചർച്ച ചെയ്ത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? ഏത് സാമൂഹ്യ നിരീക്ഷകനാണ് അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചത്? ആരും പറഞ്ഞില്ലല്ലോ. ഇതിന് കാരണം ഇത് എപ്പോഴും കോടീശ്വരന്മാരുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. വളരെ പാവപ്പെട്ടതിൻ്റെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത സർവ്വസാധാരണക്കാരനായിരിക്കുന്ന ആളുടെ വിഷയങ്ങൾ ആർക്കും വിഷയമേ അല്ല. അതാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കേരളത്തിന്റെ വലിയ പതനത്തിന്റെ കാരണം കേരളം കോടീശ്വരന്മാരുടെ പിന്നാലെയാണ്. ഈ കോടീശ്വരം ഇപ്പൊ ഞാൻ ഇതിന് രണ്ടുപേരെ സംബന്ധിച്ചും ദിലീപ് ഇതിനകത്ത് എത്ര കോടി റുപ്യ ചെലവാക്കി നിങ്ങൾ കണക്കെടുക്ക്. ആ കണക്കൊന്ന് പറ. ആരൊക്കെ വാങ്ങിച്ചു എന്നുള്ള കണക്ക് പറയട്ടെ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിച്ചിട്ടുണ്ടോ? പ്രോസിക്യൂട്ടേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. 28 പേര് കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, അപ്പൊ പണം വാങ്ങിച്ചിട്ടാണോന്ന് അറിയില്ലല്ലോ. ഞാൻ പറയുന്നത് ഇവിടെ കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഏകദേശം ഒരു 1963 സമയത്ത് മറിയക്കുട്ടി കൊലക്കേസ് ഉണ്ടായിരുന്നു. ഒരു പള്ളിയിൽ അച്ഛൻ പ്രതിയായിട്ടുള്ള കേസാണ്. ആ കേസിൽ അടക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പ്രതികൾ സാക്ഷി മാറി പറയുന്ന കേരളത്തിൽ ഇഷ്ടംപോലെ സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. 1978-77 സമയത്താണ് K. കരുണാകരന്റെ കേസ് ഉണ്ടായിരുന്നു. അതിൽ പ്രതികളൊക്കെ സാക്ഷി മാറിയവരാണ്. കക്ഷി മാറിയ പ്രതികളല്ല, സാക്ഷി പറഞ്ഞവരൊക്കെ കൂറുമാറിയവരാണ്. അങ്ങനെയാണ് K. കരുണാകരൻ കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. ഇത് കേരളത്തിൽ സാധാരണ നടക്കുന്ന സംഭവമാണ്. ഈ സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഈ സംഭവങ്ങളാണോ കേരളത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം? അല്ല. കേരളത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നം ഇവിടുത്തെ തൊഴിലില്ലായ്മയാണ്. ചെറുപ്പക്കാർ പുറത്തേക്ക് പോവുകയാണ്. കേരളം എൻ്റെ കണക്കിൽ 5 കൊല്ലം വേണ്ട, കേരളം ഒരു വൃദ്ധ സദനമാണ്. കേരളം വൃദ്ധന്മാർ മാത്രമേ കേരളത്തിൽ ഉണ്ടാവുള്ളൂ. 60 കഴിയാത്തൊരു കേരളത്തിൽ ഉണ്ടാവാൻ യാതൊരു തരവില്ല. മിക്കവാറും ഏറ്റവും കൂടുതൽ ആളുകൾ വരാൻ പോകുന്ന ഇതേപോലുള്ള ആയുർവേദ കേന്ദ്രങ്ങളിലേക്കാണ് ആളുകൾ വരിക. ബാക്കി എല്ലാം കേരളത്തിൽ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട്. അതിന് കാരണം എന്താണെങ്കിൽ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ചില വിഷയങ്ങൾ കൊണ്ടുവരും. നമ്മളെല്ലാവരും ആ വിഷയത്തിൻ്റെ പിന്നാലെ പായും. അവസാനം അതാണ് പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യും. അതേസമയത്ത് ഈ പറയുന്ന രണ്ടുപേർക്കും എനിക്ക് തോന്നിയിട്ടില്ല, ദിലീപിനതൊരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതിജീവിതയ്ക്കും വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. ഇവർ രണ്ടുപേരും കോടികൾ വെച്ചുകൊണ്ടുള്ള കളികൾ നടത്തുകയാണ്. ആ കളിയിൽ നമ്മളെപ്പോലെ ചില ആളുകൾ അതിനകത്ത് കഥ അറിയാതെ കണ്ട് ആട്ടം കാണുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്. ശരിക്കതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തെ സംബന്ധിച്ചുണ്ട്. കേരളത്തിൻ്റെ പതനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. കേരളത്തിൽ മലയാളിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ചെറുപ്പക്കാർ മുഴുവൻ പോവാണ്. നമ്മൾ പോകുന്ന ഒരു രാജ്യത്തിന് പേരെന്താ അറിയോ? യുണൈറ്റഡ് കിങ്ഡം, UK. UK യുടെ സാമ്പത്തിക സ്ഥിതി എത്രയാണെന്നറിയാമോ?
ആളോഹരി വരുമാനം ഇന്ത്യയെക്കാളും കുറവാണ്. അവരുടെ വിദ്യാഭ്യാസം എത്രയെന്നറിയാമോ? +2 ആണ് ഒരു വിദ്യാഭ്യാസം. ആ സ്ഥലത്തേക്കാണ് കേരളത്തിൽ നിന്ന് ആളുകൾ പോണത്. +2 വിദ്യാഭ്യാസമുള്ള സ്ഥലത്തേക്ക്. ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നവര്, ജോലിക്ക് വേണ്ടി പോകുന്നവര്, UAE പോകുന്ന ആളുകൾ, എല്ലാ ആളുകളും കേരളത്തിന് വെളിയിലേക്ക് പോയിക്കൊണ്ട് ന്യൂസിലൻഡിലേക്ക് പോകുന്നു, ഫ്രാൻസിലേക്ക് പോകുന്നു, ജർമ്മനിയിലേക്ക് പോകുന്നു. ഏതൊരു രാജ്യത്തിന്റെ പേര് കേട്ട അവിടേക്ക് മുഴുവൻ പോകാൻ പാകത്തിന് മലയാളികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചുണ്ട്. അത് കേരളത്തിന്റെ പിന്നാക്കാവസ്ഥയാണ്. ആ പിന്നാക്കാവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങിട്ട് കൊടുക്കുന്ന പോലെയുള്ള ഈ തരത്തിൽപ്പെട്ട ചില സൃഷ്ടിക്കുന്നവരെല്ലാം സൃഷ്ടിക്കുന്ന ചില നറേഷൻസ് ഉണ്ട്. ആ നറേഷൻസിന് നമ്മൾ വശംവദരാകുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു വലിയൊരു പിന്നാക്കാവസ്ഥയ്ക്ക് കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഈ സ്ത്രീ സുരക്ഷയെ പറ്റി സംസാരിക്കുമ്പോൾ സ്ത്രീ സുരക്ഷ അതൊരു പ്രോബ്ലമായിട്ട് സംസാരിക്കേണ്ടത് സിനിമാ രംഗത്ത് മാത്രമല്ല, ഈ പറഞ്ഞ രാഷ്ട്രീയ രംഗത്തായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഗവൺമെന്റ് സെക്ടറിലായിക്കോട്ടെ, ഒരു സ്കൂളിലായിക്കോട്ടെ, ഒരു കോളേജിലായിക്കോട്ടെ, ഒരു മെഡിക്കൽ സ്റ്റോറിലായിക്കോട്ടെ, എല്ലായിടത്തും സ്ത്രീ സുരക്ഷ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കേസസും ക്രൈംസും ഒക്കെ പുറത്തു വരുന്നുണ്ട്. സർ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു ഇഴവന്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വളരെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന ഒരാളുടെ പോലും വീടുകളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സർ ഇപ്പൊ പറഞ്ഞല്ലോ, ഇത് വളരെ ഒരു നറേറ്റീവായിട്ട് തോന്നുന്നു, അതൊരു നറേറ്റീവായിട്ട് തോന്നുന്നു, ഇത് ബിൽഡ് ചെയ്യപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുള്ളത്. ഒരു പക്ഷേ സിനിമാ രംഗം അല്ലെങ്കിൽ സ്പോർട്സ് സിനിമ, സർ നേരത്തെ പറഞ്ഞ പോലെ കോടീശ്വരന്മാരുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ ഒരു പബ്ലിസിറ്റി ഉള്ളത് കൊണ്ടാണ്, അല്ലെ? പക്ഷേ അതെ, പക്ഷേ അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് സംസാരിക്കാം. എനിക്ക് സംസാരിക്കുന്നതിന് വിരോധമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതല്ല പ്രധാനപ്പെട്ട വിഷയം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതെല്ലാം പ്രധാനപ്പെട്ട വിഷയമാക്കുന്നത് പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നുള്ള നമ്മുടെ ശ്രദ്ധയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗം മാത്രമാണ്. കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ വില വാണം പോലെയാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളതൊരു ഹോട്ടലിൽ കയറി നോക്കിയേ, ഒരു ഹോട്ടൽ മസാല ദോശയുടെ വില ഇപ്പം എത്രയാ? 90 രൂപയാണ് സാധാരണ ഹോട്ടലുകളിലെ വില. ആ പൈസ 50 രൂപയെന്നാണ് 90 രൂപയാവുന്നത്. ഇങ്ങനെ വില വർധനവ് കേരളത്തിലുണ്ടെന്നുള്ള കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല. അത് ചർച്ച ചെയ്യാതെ കണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കോടീശ്വരന്മാരുടെ വിഷയത്തിലാണ് ചർച്ച ചെയ്യേണ്ടത് കൊണ്ടുവരുന്നത്. ഇത് കേരളത്തിന് മാത്രം സവിശേഷതയാണ്. എല്ലാ സ്ഥലത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്നൊന്നുമില്ല. ഇതിപ്പോ ഞാൻ വേറൊന്നും കൂടി ചോദിക്കട്ടെ, ഈ സംഭവം 8 വർഷമായില്ലേ? എന്തിനാ 8 വർഷം എന്തിനാ നീട്ടിക്കൊണ്ടുപോയതാരാ? ആരാ നീട്ടിക്കൊണ്ടുപോയത്? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ? അവർക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലേ? കേരളത്തിന്റെ സർക്കാരിനല്ല, സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലേ? കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലേ? ഇവിടുത്തെ സിനിമാ രംഗത്തുള്ളവർക്ക് ഇക്കാര്യത്തിൽ പങ്കില്ലേ? അവരാരും പറഞ്ഞില്ലല്ലോ. 8 വർഷമാണ് ഒരു കേസ് വിചാരണ കോടതിയിൽ എത്താൻ വേണ്ടി 8 വർഷമാണ് പിടിക്കുന്നത്. ഇത് എവിടുത്തെ ന്യായമാണത്? നിങ്ങളല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടാവും, മഹാരാഷ്ട്രയില് സുകുമാരക്കുറുപ്പിനെ പോലുള്ള ഒരു പ്രതി ഉണ്ടായി എന്നാണ്. അയാള് 24 മണിക്കൂറും പോലീസ് പിടിച്ച്, അയാൾ പിടിക്കാൻ സാധിച്ചു പോലീസിന്. കാരണം അത് പിടിക്കാൻ സാധിക്കും. സുകുമാരക്കുറുപ്പിനെ നമ്മൾ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായിട്ട് പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഇത് പോലീസും ഇവരൊക്കെ ചേർന്നുള്ള ഒരു ഒത്തുകളി ഇക്കാര്യങ്ങളിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഇക്കാര്യത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പങ്ക് വളരെ വളരെ വലുതാണ്, വളരെ വളരെ വലുതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥമായിട്ടുള്ള ഈ കേസില് സാക്ഷിയെങ്കിലുമായിട്ട് ചോദ്യം ചെയ്യേണ്ട ആളാണ് ലാലിന്റെ മകൻ ചോദ്യം ചെയ്യപ്പെടേണ്ട ആളാണ്. ഈ തരത്തിൽപ്പെട്ട ആളുകളെ ഒന്നും ചോദ്യം ചെയ്യാതിരിക്കാനുള്ള കാരണം, ഇപ്പൊ മാർട്ടിൻ പറഞ്ഞ പോലെ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ വഴിയിൽ വണ്ടിമുട്ടി മരിക്കും എന്നുള്ള ആശങ്ക കൊണ്ടാണ്. എനിക്ക് ആ ഭയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വിഷയം റേസ് ചെയ്യുകയും ചെയ്യും. ശരി സർ. സർ നമ്മൾ ഈ ചർച്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് ഇതൊക്കെ ഈ ഒരു ജാതി മതം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സംസ്കാരമല്ല, അത് തികച്ചും റിലീജിയൻ തന്നെയാണ്, അത് സംസ്കാരത്തിന്റെ ഭാഗമല്ല. സംസ്കാരം എന്ന് പറയുന്നത് ഒരുമിച്ച് ഒരു സൊസൈറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് രൂപപ്പെടുന്ന ഒരേപോലുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ രീതി, അതാണ് സംസ്കാരം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടായിരിക്കാം ഈ എല്ലാ ജാതി അല്ലെങ്കിൽ എല്ലാ മതക്കാരെയും ഒരുമിച്ച് കാണാണ്ട് ഒരു മൈനോറിറ്റി പോലുള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ? അതായത് മൈനോറിറ്റി ഇപ്പൊ പറഞ്ഞ മുസ്ലിംസിലുള്ള ചില കമ്മ്യൂണിറ്റീസ്, അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിലുള്ള ചില കമ്മ്യൂണിറ്റീസ്, അതുപോലുള്ള കമ്മ്യൂണിറ്റീസിനെ മാത്രം അവരുടെ സിറ്റിസൺഷിപ്പിനെ പറ്റി മാത്രം ചർച്ച ചെയ്യാം. അല്ല, അത് ഏത് വിഷയത്തിലാന്ന് പറയും. ഞാനിത് ഈ പറയുന്ന സാധനം എന്നോട് വേറെ ഞാനെല്ലാവരും ചോദിച്ചു. ഞാനത് അവർ ആ വിഷയം പഠിക്കാതെ കണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. സിറ്റിസൺഷിപ്പിലെ ഇന്ത്യയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ ഏതെങ്കിലും ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാനും കൂടി അതിനകത്ത് ഉത്തരവാണി പറയാം. മറിച്ച് ഉണ്ടായിട്ടില്ല. മറിച്ച് പറഞ്ഞത് ഞാൻ ആ ബില്ല് വായിച്ച ആളാണ്, പൗരത്വ ഭേദഗതി ബില്ല് വായിച്ചതാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിങ്ങള്, അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങള്, ബംഗ്ലാദേശിലെ മുസ്ലിങ്ങള്, ഈ 3 രാജ്യങ്ങളിലും അവിടുത്തെ ഔദ്യോഗിക മതത്തിന്റെ പേരാണ് മുസ്ലിം എന്നുള്ളത്. ഔദ്യോഗിക മതമാണ്, മതാധിഷ്ഠിത രാജ്യമാണ്. ആ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ വരാൻ പാടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതിനെന്താ തെറ്റുണ്ടോ?
അത് തെറ്റുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. തെറ്റില്ലല്ലോ. അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ ബില്ലിൽ അല്ലാത്തൊരു ക്ലോസ് നിങ്ങൾ കാണിച്ചതാ. ഞാനിത് ഇവിടെ ഞാനടക്കം സംസാരിക്കുന്ന സമയത്ത് ചാനലിൽ പോകുന്ന സമയത്ത് ചില ആളുകളൊക്കെ നമ്മൾ ചോദ്യം ചോദിക്കാറുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കുന്ന അവരോട് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ തെളിവൊന്ന് ഹാജരാക്കൂ. ഇല്ല, അതില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഞാനത് ഒന്നും കൂടി പറഞ്ഞാൽ, ഇപ്പൊ കേരളത്തിൽ മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്നത്, കേരളത്തിൽ ക്രിസ്ത്യാനിക്ക് ലത്തീൻ കത്തോലിക്കിന് മാത്രമേ സംവരണമുള്ളൂ. ഹിന്ദുക്കൾക്കാണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് മാത്രമേ, ഷെഡ്യൂൾഡ് ട്രൈബ്സിന് മാത്രമേ സംവരണമുള്ളൂ. മറിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആർക്കാ സംവരണമുള്ളത്? 12% സംവരണമാണ്. മുസ്ലിങ്ങൾ എത്ര ജാതിയുണ്ട് കേരളത്തിൽ? 71 ജാതിയാണ്. ഞാൻ ഇവിടെ തെളിയിക്കാമല്ലോ 71 ജാതിയാണെന്ന്. ഈ 71 ജാതിക്കാർക്ക് സംവരണമുണ്ട്. ഇതാരാ തീരുമാനിച്ചത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. എന്നാണത്? 2005-ലാണ്. അത് തീരുമാനിക്കാനുള്ള കാരണം എങ്ങനെയാണത്? ഉമ്മൻചാണ്ടി അത് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ച്, കുഞ്ഞാലിക്കുട്ടി അത് കോയയോട് ചോദിച്ചു. ആരാ കോയ? NDF-ന്റെ ചെയർമാനാണ്. ഇപ്പൊ അവിടെ നിന്ന് അരിയുണ്ട കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള്, യർവാദ ജയിലിൽ കിടന്നുണ്ട്. ഈ പറയുന്ന കോയ എന്ന് പറയുന്ന ആള് അന്നത്തെ NDF-ന്റെ ചെയർമാനാണ്. അയാളോട് ചോദിച്ച് മുസ്ലിങ്ങളുടെ മാപ്പിളമാരാരാണെന്ന് ചോദിച്ച്, ആ സമയത്ത് കോയയുടെ മറുപടി എല്ലാ മുസ്ലിങ്ങളും മാപ്പിളമാരാന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞ്. അത് കുഞ്ഞാലിക്കുട്ടി മറ്റേ ഉമ്മൻചാണ്ടിയോട് പറയുന്നു. ഉമ്മൻചാണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. കേരളത്തിൽ മുഴുവൻ മുസ്ലിം സമുദായത്തിന് സമ്പന്നനായിരിക്കുന്ന ശതകോടീശനായിരിക്കുന്ന യൂസഫ് അലി തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ മുഹമ്മദ് അലി തുടങ്ങിയിട്ട്, PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളോടങ്ങുന്ന മുഴുവൻ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് സംവരണമുണ്ട്. സാധാരണക്കാരായിരിക്കുന്ന പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ലെംസൺ ഗ്രാൻഡ് വെറും 3 മാസം കൂടുന്ന സമയത്ത് 700 രൂപ കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന ആളുകളുടെ മക്കൾക്ക് കിട്ടുന്നത് പ്രതിമാസം 1000 രൂപയാണ്. ഇത് കേരളത്തിൽ നടക്കുന്നതാണപ്പാ. നിങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ചാനലുകളിൽ? എന്താ ചർച്ച ചെയ്യാത്തത്? കാരണം ഈ വിഷയം പഠിക്കുന്നില്ല. ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നുള്ള ആക്ഷേപമൊന്നും എനിക്കില്ല. പക്ഷേ ഈ വിഷയം പഠിക്കുന്നില്ല. ഈ വിഷയം പഠിക്കുന്ന സമയത്താണ് കേരളത്തിൻ്റെ പിന്നാക്കാവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ വേണ്ടി അവസാനിപ്പിക്കാം. അതുള്ളത് വിദ്യാഭ്യാസ മേഖലയിലാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമാണ് എയ്ഡഡ് സംവിധാനമുള്ളത്. ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ലപ്പാ. എയ്ഡഡ് വിദ്യാഭ്യാസം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശമ്പളം കൊടുക്കുന്ന ആരാന്നറിയാമോ? സർക്കാർ കൊടുക്കണം. മാനേജ്മെന്റ് പണി എന്താ? കൈക്കൂലി വാങ്ങിച്ചിട്ട് അധ്യാപകർ നിയമിക്കുക, അനധ്യാപകർ നിയമിക്കുക. കൈക്കൂലി വാങ്ങിക്കാത്ത ക്രൈസ്തവ മാനേജ്മെന്റ്, ഇസ്ലാമിക ഹൈന്ദവ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഒരു മാനേജ്മെന്റ് പേരെന്നോട് പറ. ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമില്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൈക്കൂലിക്കാരാ. അങ്ങനെ കൈക്കൂലി വാങ്ങിച്ച് ഇവർ നടത്തുന്ന നിയമനത്തിന് ശമ്പളം കൊടുക്കുന്ന കേരള സർക്കാരാണ്. ഒരു വർഷം കേരളത്തിന്റെ സർക്കാരിന്റെ കടം ഞാൻ മനസ്സിലാക്കുന്നത് 46,000 കോടി റുപ്യയാണ് ഇങ്ങനെ ശമ്പളം കൊടുക്കുന്നത്. കേരളത്തിന് മൊത്തം കടം 71,000 കോടി രൂപയുള്ളൂ ഒരു വർഷം. എന്ന് വെച്ചാൽ 25,000 കോടിയുള്ളൂ അല്ലാത്ത കടം. പക്ഷെ നമ്മൾ കേരളം ചോദിച്ചു കഴിഞ്ഞാൽ പറയാ കേരളം 71,000 കോടി രൂപയ്ക്ക് കടമാണ്. അത് കച്ചവട സ്ഥാപനങ്ങൾക്ക് അടച്ചുകൂട്ടിയേണ്ടി വരില്ല. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൈക്കൂലി വാങ്ങിക്കുന്ന മാനേജ്മെന്റിന്റെ കീഴിലുള്ള എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന പ്രാചീനമായിട്ടുള്ള നിലപാടുള്ള ഏക സംസ്ഥാനം ലോകത്തില് അത് കേരളം മാത്രമാണ്. അത് ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസ ബില്ലിന്റെ തുടർച്ച തന്നെയാണത്. സാറിനോട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഏതൊരു തരത്തിലുള്ള മാറ്റമാണ് ശരിക്കും നമ്മുടെ നാട്ടിന് വേണം എന്ന് തോന്നുന്നത് സാറിന്? കേരളത്തിലെ ഇനിയുള്ള വിഭാഗത്തില് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വലിയ പങ്കുണ്ട്. ആ ചെറുപ്പക്കാർ വിഷയങ്ങൾ പഠിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മൾ ഇടപെടരുത്. അവർ വിഷയങ്ങൾ പഠിച്ച് അവർ മറ്റ് രാജ്യങ്ങളെ കണ്ടു പഠിച്ച് മനസ്സിലാക്കിയിട്ട്, മാത്രമല്ല കേരളത്തിൻ്റെ ഒരു പഴയൊരു പാരമ്പര്യമുണ്ട്. കേരളത്തിൻ്റെ 1960-കളിൽ കേരളത്തിൻ്റെ രംഗം, വാണിജ്യ രംഗത്ത് കേരളം 1-ാം സ്ഥാനത്താണ്, വ്യവസായ രംഗത്ത് 1-ാം സ്ഥാനമാണ്, കാർഷിക രംഗത്ത് അന്ന് 2-ാം സ്ഥാനമാണ്, വിദ്യാഭ്യാസ രംഗത്ത് കേരളം 1-ാം സ്ഥാനമാണ്. ഈ സ്ഥാനങ്ങൾ തിരിച്ചു പിടിച്ചാൽ പോരെ കേരളത്തിന്? എന്തിനാ കേരളത്തിൽ ഇത്തരം കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കുന്നത്? എന്തിനാ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം മോശമാക്കുന്ന? എന്തിനാ? ഇതൊക്കെ കൂടി സർക്കാർ ഏറ്റെടുത്ത എന്താ കുഴപ്പം? ഇത് ഏറ്റെടുക്കാൻ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന സർ CP രാമസ്വാമിയേര് 1945 തിരുക്കൊച്ചി നിയമസഭ തിരുവിതാംകൂർ സർക്കാരിൽ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു, അങ്ങനെ പാസ്സാക്കിയിരുന്ന നിയമം 1945. അത്തരം നിയമങ്ങൾ പോലെ ശരിക്കത്. മറിച്ച് നമ്മൾ കൈക്കൂലിക്കാരെ സംരക്ഷിക്കുന്ന, ശതകോടീശ്വരന്മാരെ സംരക്ഷിക്കുന്ന നയത്തിൽ നിന്ന് കേരളം മാറുക തന്നെ വേണം. ആ മാറിയില്ലെങ്കിൽ കേരളത്തിൻ്റെ പതനം സ്വാഭാവികമാണ്, തീർച്ചയായിട്ടും സംഭവിക്കും. എനിക്ക് യാതൊരു അത്ഭുതമില്ല. ഇതിന് പരിഹരിക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ യുവാക്കൾക്കാണ്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, അവർക്ക് പഠിക്കാൻ സാധിക്കണം, അവർ സത്യസന്ധമായിട്ട് രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് കേരളത്തിന് സ്വാഭാവികമായിട്ടുള്ള മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ സാർ, നമുക്കറിയാം സാർ ഒരു ചെറിയ ആയുർവേദ ചികിത്സയുടെ ഇടയ്ക്കാണ് നമുക്ക് ഈ ഒരു സമയം തന്നത്. എന്തായാലും താങ്കളോട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.